ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഇവൻ വാടന്റെ തലയടിച്ച് തകർത്തു. ഇന്നു മുതൽ ജലപാനം കൊടുക്കരുത് ഈ അഹങ്കാരിക്ക്. പട്ടിണി കിട്ടാൻ ഇവനൊക്കെ പഠിക്കും. കൊണ്ടുപോയി ഇരുട്ടറയിൽ അടയ്ക്ക്. കുറച്ചു അവിടെ കിടക്കട്ടെ. കൊണ്ടുപോയി തുറങ്ങുന്നോടാ. വേഗം തീർക്കാൻ നോക്കണം. എന്റെ മക്കളൊന്ന് കാണാൻ ഞാൻ കരഞ്ഞു പിടിച്ച് പറഞ്ഞതാ, കേട്ടില്ല? ഞങ്ങൾ മനുഷ്യരാ, ഞങ്ങൾക്ക് വേദനിക്കും. അല്ല സാർ, ഇവൻ പറയുന്ന കേൾക്കൂ, അയാളെ വിടൂ. ഞാൻ വിളിക്കാം, പുറത്തേക്ക് പോ. എന്താ തന്റെ ഉദ്ദേശം? നിങ്ങളെ കൊല്ലാൻ. എന്നെ കൊന്ന തനിക്ക് അവരെ കാണാൻ പറ്റുമോ?
ഇല്ല, പക്ഷെ എന്നാലും എന്റെ മക്കളിൽ നിന്ന് തന്നെ പിരിച്ചവരെ കൊന്നു എനിക്ക് സമാധാനിക്കാലോ. ദാ പക്ഷെ അതിനു മുന്നേ താൻ ഈ പേപ്പർ ഒന്ന് വായിക്കണം. ഉള്ളതാണോ സാറേ? എനിക്കിത് വിശ്വസിക്കാം. എനിക്ക് എന്റെ മക്കളെ ശരിക്കും കാണാൻ പറ്റുമോ സാറേ? സൂപ്രണ്ട് ഒപ്പ് വെച്ചാൽ തനിക്ക് തന്നെ മക്കളെ കാണാം. അയാൾ ഒപ്പുവയ്ക്കത്തില്ല സാറേ. ഞാൻ നേരിട്ട് കണ്ട് പറഞ്ഞാൽ പോരെ. ഇതുപോലൊരു എടുത്തുചാട്ടം കൊണ്ടാ ഞാനൊരു കൊലപാതകയായത്. സാറിപ്പോ തടുത്തില്ലായിരുന്നെങ്കിൽ എന്നോട് മാപ്പാക്കണം സാറേ, മാപ്പാക്കണം. സർ, സൂപ്രണ്ട് സാർ വിളിക്കുന്നു. ഇയാളെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകും. നടക്കടാ. ഇവിടെ നടന്ന കാര്യം താൻ റിപ്പോർട്ട് ചെയ്യണ്ട. അതല്ല സാർ, ഇയാള് സാറിനെ പറഞ്ഞത് കേൾക്കൂ. സർ, IG-യുടെ ഓർഡറാണ്. താനൊക്കെ പുതിയ തലമുറയല്ലേ, ഈ പ്രായത്തിൽ ഇങ്ങനെ പലതും തോന്നും. ഈ കുറ്റവാളികളെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി താൻ എന്താ കാണിക്കാൻ പോകുന്നത്? സായപ്പന്മാരുടെ കാലത്ത് ഈ സീറ്റ് ഇരിക്കുന്നവനാ ഞാൻ. ആ എനിക്കറിയാത്ത എന്ത് മായാജാല തന്റെ കയ്യിലുള്ളത്? സർ, ഇതൊരു പരീക്ഷണമാണ്. ഒരുപക്ഷെ ഇത് വിജയിച്ചാൽ ഇതുപോലുള്ള കുറ്റവാളികളെ നന്നാക്കാൻ ദൈവത്തിന് പോലും സാധിക്കില്ല, പിന്നെയല്ലേ താൻ? സർ, 8 വർഷമായി രാജ്യം സ്വതന്ത്രമായിട്ട്. ഇവരും അത് അർഹിക്കുന്നില്ലേ സർ? ഇവരിൽ പലരും പല തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തവരാ. കൊച്ചുകുട്ടികളെ മുതൽ സ്വന്തം ഭാര്യ വരെ തലക്കടിച്ച് കൊന്നവരുടെ കൂട്ടത്തിൽ. അവരേത് സമയത്തും ആരെയും ആക്രമിക്കാം, പിടിച്ചു പറിക്കാം, കൊല്ലാം. സമൂഹത്തിന് ആപത്താണ് തന്റെ ഈ ഒരു പരീക്ഷണം. സർ, ഇവരിങ്ങനെ അതിലൊരു പങ്ക് നമ്മുടെ സമൂഹത്തിനും ഇല്ലേ? അതെല്ലാ ക്രിമിനലുകളുടെയും പഴിചാരലാണ്. ഞാൻ മുന്നറിയിപ്പ് തരുന്നു, താൻ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ ഇല്ല സർ, ഈ പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെടില്ല. പരാജയപ്പെട്ടാൽ തന്റെ സ്വത്ത് മുഴുവൻ സർക്കാർ കണ്ടുകെട്ടും, തന്നെ ചാപ്പ കുത്തി പരിഹസിക്കും, പിന്നെ മരണം വരെ തുറുങ്കിലടയ്ക്കും. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇറങ്ങി തിരിച്ചത്? സർക്കാരുമായുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഞാനാണല്ലോ. ശാന്താറാം, നിന്റെ വീട്ടിൽ നിന്നെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട്. സ്വന്തം കുടുംബത്തോടൊപ്പം ചെലവിടാതെ കൊടും കുറ്റവാളികളുടെ കൂടെ നീ ജീവിക്കാൻ പോകുന്നു. സീനിയറായ ഒരാളുടെ ഉപദേശം പോലും കേൾക്കാൻ നീ തയ്യാറല്ലേ? പോയി അനുഭവിക്കുക. സർ, ഇതൊരു അപേക്ഷയാണ്. ഇത് അനുവദിച്ചു തരാൻ ദയവ് കാണിക്കണം. ഇല്ല, ദയവ് കാണിക്കാൻ പ്രയാസമുണ്ട്. ഇതിൽ ഞാൻ ഒപ്പുവയ്ക്കില്ല. ശാന്താറാം സർ, ഒരു ദിവസം താൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കും, തലയും താഴ്ത്തി. ഓർത്തു വെച്ചോ? അതുണ്ടാവില്ല സർ. നമ്പർ 36 മാധവൻ സ്വന്തം ഭാര്യയെ അതിക്രൂരമായി തലക്കടിച്ചു കൊന്നു. നമ്പർ 123 ദാമു 2 കുട്ടികളെ ഉത്സവപ്പറമ്പിൽ വെച്ച് കൊന്നു. നമ്പർ 212 കമ്മാരൻ കൊടുക്കാനുള്ള പണം തിരികെ ആവശ്യപ്പെട്ടതിന് പലിശക്കാരനെ കഴുത്തറുത്തു കൊന്നു. നമ്പർ 326 ശങ്കരൻ തന്റെ നാട്ടിലെ ഗ്രാമത്തലവനെ വെടിവെച്ചു കൊന്നു. സെലക്ഷൻ കൊള്ളാം. എല്ലാം നല്ല ഒന്നാം തരം പുള്ളികളാണല്ലോ. അറിയാലോ, വകുപ്പ് 302 ചാർത്തി വരാ. ഇവരെയാ താനീ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി പരീക്ഷിക്കാൻ പോകുന്നു. സർ, എന്റെ ലിസ്റ്റിൽ ഒരാൾ കൂടെ ഉണ്ട്, 370. ഇന്നു മുതൽ നിങ്ങൾ സ്വതന്ത്രനാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ കുറച്ചെങ്കിലും നന്മ ബാക്കിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പുതിയൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്.
അതിനുവേണ്ടി ഞാൻ സർക്കാരുമായി ഒരു കരാറുണ്ടാക്കി. ശിക്ഷാ കാലാവധി തീരുന്നത് വരെ നമ്മൾ ഒരിടത്തായിരിക്കും ഇനി ചെലവഴിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? സ്വർണം വിളയുന്ന ഭൂമിയിലേക്കാണ് നമ്മുടെ യാത്ര. അവിടെയാണ് ഇനി നിങ്ങൾ കരുത്ത് തെളിയിക്കേണ്ടത്. ആരെയും പേടിക്കാതെ അഭിമാനത്തോടെ നിങ്ങൾക്ക് അവിടെ കഴിയും. അറിയാലോ, ഏതെങ്കിലും ഒരാൾ കുറ്റം ചെയ്താൽ എൻ്റെ സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടും. അവിടം വിട്ട് ഓടി രക്ഷപ്പെട്ടാൽ എൻ്റെ ഈ പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെട്ട അപമാനിതനാണ്. പിന്നെ മരണം വരെ തടവ് ശിക്ഷ. അതുകൊണ്ട് നിങ്ങൾ 5 പേരെയും വിശ്വസിച്ചാണ് ഞാനിതിലിറങ്ങുന്നത്. ഇതെന്താ 4 അണയോ? അത് തന്നെ കൂടുതലാ പെണ്ണേ, ചുരുങ്ങാതെ പോ. ഇത്രയും തൂക്കത്തിന് തൊക്കൂല. കണ്ടില്ലേ മത്തന്റെ ഒക്കെ വലിപ്പം? അടുത്ത തവണ നോക്കാം, ഇപ്പൊ പോ. നിങ്ങളിത് 10 അണക്ക് വിൽക്കും. രാവും പകലും നട്ടു നനച്ച് വെയില് കാഞ്ഞത് മിച്ചം. ശകലം കൂട്ടിത്താ. ഇവിടെ ഞാൻ എനിക്ക് തോന്നുന്ന വിലക്ക് വെക്കും. ഇതൊക്കെ തിരക്കാൻ നീ കൊണ്ട വെയിലൊന്നും പോരെ പെണ്ണേ. ഒത്തിലെ നീ എടുത്തോണ്ട് പോ. എന്നിട്ട് നേരിട്ടൊന്ന് വിറ്റ് നോക്ക് ചന്തയില്. അപ്പ കാണാം എത്രയാണാ കിട്ടുമെന്ന്. ഇവിടെ ഇട്ട് വിൽക്കാൻ അതിന് അണ്ണന്റെ മല്ലന്മാര് സമ്മതിക്കില്ലല്ലോ. അറിയാം, മാക്കന്റെ പാടം തീയിട്ട് നശിപ്പിച്ചത് സമ്പാദിക്കാനല്ല, അടുപ്പില് തീ പുകയ്ക്കാനാ. 2 അണ കൂടി താ. എനിക്കിവിടെ 100 കൂട്ടം ജോലികളാ. ചെലക്കാണ്ട് പോ. ഇതൊന്നും നീതി അല്ലണ്ണ. ഈ ചന്തയിൽ ഒരു നീതിയേ ഉള്ളൂ. അത് ഈ തമ്പി നിശ്ചയിക്കും. കിട്ടിയ 4 അണയായിട്ട് വിട്ടോ വേഗം. എല്ലാ കാലവും ഈ ചന്തയിലെ രാജാവാകാന്ന് വിചാരിക്കണ്ട. കർഷകന്റെ കണ്ണീര് വീഴ്ത്തിയവരാരും വിജയിച്ച ചരിത്രമില്ല. ഓർത്തോ? കിടന്ന് പൊലമ്പാതെ പോടി. കണ്ണു കാണുന്നില്ല. എന്ത് നടത്താണോ ഇത്ര നേരെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇത് കണ്ട സാറ് തട്ടുദോശ കാട്ടുന്ന എന്ത് രുചിയല്ലേ? 3 പേര് ഇങ്ങനെ കട്ടുന്നാ പോലെ രുചിക്ക് വല്ല കുറവുണ്ടാ? ഇതെവിടുന്ന് കിട്ടി? ഇതാ ചന്തയിലെ കടയെന്ന്. മോഷ്ടിച്ചോ? മോഷ്ടിച്ചതല്ല, ഞാൻ നോക്കുമ്പോ നാദല്ലാതെ അവിടെ ഇരിക്കും, അതുകൊണ്ട് എടുത്തതാ. ഇത് നല്ലതല്ല, കഴിക്കരുത്, കളയൂ. നല്ലതാണ് സാറേ, സാറെ കഴിച്ചു നോക്ക്. അവനവൻ അധ്വാനിച്ചിട്ട് വേണം തിന്നാൻ. അത് കളയൂ. ആയിക്കോട്ടെ. അവരൊക്കെ കളഞ്ഞില്ലേ, തനിക്ക് മാത്രം എന്താ? കളയൂ. ശങ്കരൻ സാറ് പറഞ്ഞ കേട്ടില്ലേ? കളയും. സാറ് പറഞ്ഞു സ്വാതന്ത്ര്യം തരാന്ന്. ഇപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? അന്യന്റെ മുതൽ കട്ട് തിന്നുന്നതല്ല ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യം. ഇതിലും ഭേദം ജയിലായിരുന്നു. അവിടെ സമയസമയത്തിന് ഭക്ഷണമെങ്കിലും കിട്ടും. ഇത് കളയില്ല, ഞാനിത് തിന്നും. ശങ്കര, ശങ്കര അവിടെ നിൽക്കേ. ശങ്കര, ശങ്കര നിൽക്കവിടെ. മീനെങ്കിലും തിന്നട്ടെ. സാറിന് സമാധാനമായല്ലോ? ബാപ്പാ, ഞങ്ങളെ കൊണ്ടായി അങ്ങ് നന്നാക്കി എടുക്കുക. ഞങ്ങൾ വിശപ്പ് സഹിച്ചു പോരെ? ശങ്കര സാറേ പോവാൻ പാണ്ഡം. സാറ് നോക്കി ചൂണ്ടി പോകും.
എല്ലാം കൊലപ്പുള്ളികളാണെന്ന് തോന്നുന്നു. നീ വേഗം ചെന്നവർക്ക് ഭക്ഷണം വിളമ്പ്. ഇപ്പൊ വിളമ്പാ സാർ. ഇതെവിടേക്കാ? അല്ല, വഴി മാറിപ്പോയി സാർ. ജയിലിലെന്താണോ എന്തോ ഭക്ഷണം. എന്താ തിന്നെ? എരിവില്ല, പുളിയില്ല. കറിക്കൊക്കെ നല്ല എരിവ് വേണം. ജയിലിലൊക്കെ അങ്ങനെയാ, മനസ്സിലായടാ? അല്ലെങ്കിലേ തട്ടിക്കളെ. ഇതൊക്കെ ചുമ്മാ സ്ഥലങ്ങളെ കൊണ്ടുപോണം. കറിയുടെ കാര്യം മറന്നാണ്ടല്ലോ. നാളെ പുലർച്ചയ്ക്ക് തന്നെ ജോലി തുടങ്ങേണ്ടതാ. ഞങ്ങളിപ്പോ ഉറങ്ങും സാറേ. സാറ് പോകുമ്പോ ആ വാതിലടച്ചേക്ക്, ഒരു പൂട്ടുവിട്ടേക്ക്. അപ്പൊ പിന്നെ സാറിന് സുഖമായിട്ട് ഉറങ്ങുമല്ലോ. ഇതൊരു സ്വതന്ത്ര ലോകമാണ്. നിങ്ങളെയൊക്കെ എനിക്ക് വിശ്വാസമാണ്. എണീറ്റേ. സാർ, ദാമു എണീക്കടാ. ശങ്കര എണീക്ക്. മാധവ എണീക്കടാ. എന്താ ഇത്? ഇന്നലെ രാത്രി തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടും ഒരു ബോളെ കണ്ണടയ്ക്കാൻ പറ്റില്ല സാറേ. ശരീരത്തിന് ആകെ ഒരു കനക്കുറവ് പോലെ, നിലത്തൊന്ന് മുകളിലേക്ക് പൊന്തി പോകുന്ന പോലെ തോന്നി. പിന്നെ ഇതൊക്കെ എടുത്ത് കാലിൽ കെട്ടിയപ്പോൾ നല്ല ഉറക്കം കിട്ടി. കുറെ കാലം അതില്ലേ സാറേ, കാലിലെ ചങ്ങലൊക്കെ ആയിട്ട്. ആ ചങ്ങലയും ജയിലും നിങ്ങൾ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. നിങ്ങളിവിടെ പുതിയ മനുഷ്യരാണ്. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വേഗം കുളിച്ചിട്ട് എൻ്റെ റൂമിലേക്ക് വാ. ബഹദൂർ, എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല സാർ. അവരെന്നെ കൊല്ലും. സാറ് വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. കൊല്ലും അവന്മാര്. എന്നെയും കൊല്ലും, സാറിനെയും കൊല്ലും. കൊലപാതകളോ അവന്മാരല്ല. എനിക്കെല്ലാവരുടെയും പേരറിയില്ല. ഓരോരുത്തരെ പേര് പറയൂ. മാറി
ഞാൻ പേരാണ് ചോദിച്ചത്, ചിത്രം വരയ്ക്കാനല്ല. ഞങ്ങളെങ്ങോടെങ്കിലും ഓടിപ്പോയാ കണ്ടുപിടിക്കാനല്ലേ സാറിന് പേര്? കൈരേഖ തന്നെ ഇരിക്കട്ടെ. ഓ, അതിനാണോ ഇത്? അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ വാതിലടച്ച് നല്ലൊരു പൂട്ടുവിട്ട് കിടന്നേനെ. എന്തായാലും നിങ്ങളുടെ പേര് പറ. 326. നമ്പർ, പേര് പറ. തൻ്റെ പേരെനിക്കറിയും, എന്നാലും പറ. ശങ്കരൻ. മാധവൻ. കമ്മാര്. കേശവൻ. ദാമു. എന്നാ പിന്നെ ജോലി തുടങ്ങാം. ഈ ഭൂമിയിലാണ് നിങ്ങൾ പൊന്ന് വിളയിക്കാൻ പോകുന്നത്. ഈ തരിശു ഭൂമിയുടെ കാര്യമാണോ സാറ് പറഞ്ഞു ഇന്നലെ? ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ നേരം പോവും, അല്ലാതെ. ഇത് തന്നെയാ സൂപ്രണ്ടും പറഞ്ഞത്. സൂപ്രണ്ട് സാറ് മുരടനാണെങ്കിലും ഈ പറഞ്ഞ നേരാ സാറേ. അതെ, നിങ്ങളൊന്നും ഒരിക്കലും നന്നാവില്ലെന്നാ സൂപ്രണ്ട് പറഞ്ഞത്. ഓഹോ, അത്രക്കായോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണമല്ലോ. സാറേ, ഞങ്ങൾ എന്താ വേണ്ടേ? സാറ് പറ. ഇത് വിജയിച്ചാൽ നിങ്ങളൊക്കെ പിന്നെ ആരാ? കർഷകർ. ഇങ്ങനെ അലസമായി നിൽക്കാതെ നിങ്ങളൊക്കെ വരി നിന്നേ. ഈ തരിശു ഭൂമിയെ നിങ്ങൾ മാറ്റും. നിങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ട്. നമ്മൾ ഈ മണ്ണുമായി യുദ്ധം ചെയ്ത് നല്ല വിളവുണ്ടാക്കും. അതെ. ജയ് ജവാൻ, ജയ് കിസാൻ. മാധവൻ ഇവിടെ കുഴിക്കണം. എന്താ സാറേ? ഇവിടെ കുഴിക്കാൻ. അത് കൊടുത്തേ. വാ. കുഴിച്ചടാ. കേശവ, എന്താ സാർ? നീ ഇവിടെയൊക്കെ വെട്ടി വൃത്തിയാക്കണം. ദാമോദരനെ. ശങ്കരൻ ഇവിടെ കളച്ചോളൂ. ഇതിനകത്ത് ആ നിധി ഇരിക്കുന്നു. നിധി ഉണ്ടോ? ഞാനവിടെ കുഴിച്ചോളാം സാറേ. നിനക്കുള്ള പണി ഞാൻ തരാം. തൽക്കാലം നീ ഇത് കൊടുത്തേ. പിടിക്ക്. നീയേ ഈ വേലിയൊക്കെ ഒന്ന് ശരിയാക്കണം. എന്നിട്ട് ഈ മൊത്തം പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞേക്ക്. സാറേ, സാറ് പോയിക്കോ. ഞാൻ ഇവരെല്ലാം പണിയെടുക്കുന്നുണ്ടോ നോക്കിക്കോളാം. മേസ്ത്രി മേനക്കെട്ട പണിയാണ്, എന്നാലും ഞാൻ ചെയ്തോളാം. അതിന് ഞാനിവിടെ ഉണ്ട്. നീ പോയി അവിടുത്തെ പുല്ലൊക്കെ വെട്ടിക്കളാം. പുല്ല് പെട്ടെന്ന് പിന്നെന്താ? ഈ പുല്ലല്ലേ എപ്പം വെട്ടിത്തീരാനാണ്? സാറിന് പറയ കേട്ടു, ചെയ്യണ്ട ഞാൻ. ഓ, ഈ വേലി ശരിയാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. നാശം.
ആ കമ്മാര നമ്മളെ ചാടി പോരിക്കാനെ കമ്പി വരി. ഓ, ഈ പുല്ലെല്ലാം വെട്ടി തീർക്കും ഞാൻ. മാറ് മാറ്, നീ പോയി അവനെ സഹായിക്കും. സാറത് ഞാൻ ശരിയാക്കാം സാറേ. നിന്നോട് മാറാനാ പറഞ്ഞേ. ഇറച്ചി കുടിക്കാൻ. ഇനി നിങ്ങളെ തടയാൻ ഒരു വേലി പോലും ഇല്ല. ബെല്ലടിക്കാൻ കണ്ട ഒരു നേരം. എടാ അത് വല്ല പട്ടീനെ ഓടിച്ചായിരിക്കും. അല്ല അവള് ഇതുവഴി വരുമോ? ഇത് പട്ടീനും പൂച്ചേനെ ഓടിക്കാനുള്ളതല്ല, പിന്നെ തിന്നാനാ. നോക്ക്, മേലനങ്ങിയതുകൊണ്ടാന്ന് തോന്നുന്നു. വല്ലാത്ത വിശപ്പ്. പടാ ആദ്യം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇങ്ങനെ കൈകൂപ്പിക്ക. കൈകൂപ്പാൻ. കഴിക്കൂ. എവിടെ അവൻ? ആര്? ഇതുണ്ടാക്കിയവൻ? അവനില്ല, അവൻ പോയി. അവനറിയാം ഞങ്ങളടുത്ത് നല്ല തല്ല് കിട്ടുന്നു. വരട്ടവൻ. അവനല്ല, ഇത് ഞാനാ ഉണ്ടാക്കിയത്. നീ മതിയൊക്കെ അത് നല്ല കാര്യം. പച്ചമുളക് കടിച്ച് ദോശ കൊടുത്തുക. കൊടുത്തേ കുറച്ചും കൂടെ വന്നേ. ഞങ്ങള് ജയിൽ പുള്ളികൾക്ക് ഇച്ചിരി എരിവും പുളിയൊക്കെ വേണം. അതെ, അതാ. അല്ല, എനിക്കില്ലേ? പിന്നെ സാറോട് ഇപ്പൊ കുഴപ്പമില്ല. ഒന്നും മതിയാ. സാറ് നാളെ മുതൽ അടുക്കളയിൽ കയറണ്ട. അതെ, അടുക്കള കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കണം. എന്റെ പാചകം ശരിയല്ലേ? അതല്ല, സാറിനെ പോലെ ഒരാള് ഞങ്ങളെ പോലുള്ള കൊലപ്പുള്ളികൾക്ക് വെച്ചുണ്ടാക്കി തരുന്നത് ശരിയല്ലെന്ന് അവൻ പറഞ്ഞു. സാറിനെ വെച്ചുണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അല്ലാതെ എന്റെ പാചകം മോശമായിട്ടല്ല.
ഒന്നും ഇങ്ങോട്ട് വാടോ. നീ എന്തിനാ അവളെ വിളിച്ചേ? വരട്ടെ, ഒന്ന് പരിചയപ്പെടാലോ. ഇതൊന്നും സാറിന് അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്കിഷ്ടായി, വന്നോട്ടെ. ഇവിടെ താമസക്കാര് വന്നോ? പറ, എന്താ വേണ്ടേ? തത്ത, സിംഹം, ആന, മയിൽ, ഒട്ടകം. പോത്തുണ്ടോ? കൊട്ടയിലില്ല. നിക്കല്ലേ ഇവിടെ. ചീച്ചൊക്കെ മതി. ഇളകുന്ന പാവ, പുലി, സിംഹം, പിന്നെ പീപ്പി. പാവകൾ എന്റെ മുഖത്തല്ല, കൊട്ടയല്ല. ഇത് കുട്ടികൾക്കൊള്ള. അവരെ വിളിക്ക്. ഞങ്ങളും കുട്ടികളൊക്കെ തന്നെ. ഞങ്ങളെ മാതാപിതാക്കളെ. ഇതേ എന്റെ തൊഴിലാ ചേട്ടന്മാരെ. ചുമ്മാ വിളിച്ച് ആളെ കളിയാക്കുന്നു. നോണല്ലാത്ത വർഗം. അല്ല, പെട്ടെന്നങ്ങ് പോകണോ? കൊഞ്ചാനൊക്കെ നീ വേറെ ആളെ നോക്ക്. ചെമ്പക്കത്ത് കിട്ടൂല. നേരത്തെ വിളിച്ചെടുത്ത് ആളെ കളിയാക്കാം. വെനക്കെടുത്താൻ നാണം കിടവനാ കല്ലെറിഞ്ഞ് പറയടാ. നിനക്കൊന്നും ചെമ്പക്കത്തെ അറിയില്ല. ചെരുപ്പുരി തരിഞ്ഞ വാടാ കല്ലെറിയാൻ. ഇങ്ങോട്ട് വാടാ. എന്റെ താവടിന്ന് വിട്ടോ, അല്ലെങ്കിൽ തലയടിച്ച് പൊട്ടിക്കൂ. സാറേ, സാറ് ഇത് എവിടേക്കാ? ഒന്ന് സ്റ്റേഷൻ വരെ പോണം. ഈ കോലത്തിലാ? ഈ കോലത്തിന് എന്താ കുഴപ്പം? ഞാൻ കാണിച്ചു തരാം. സാർ ഈ വെള്ളത്തിലേക്ക് നോക്കിയ സാറിന്റെ താടിയുടെ കോലം കാണും. ശരിയോ? എന്ത് ചെയ്യാനാ? ഇതൊക്കെ കളയാൻ ഇവിടെ സൗകര്യമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു പറ്റൂലെന്ന്? സാറ് വന്നേ. സാറിനറിയോ, എൻ്റെ നാട്ടിലെ ഏറ്റവും നല്ല ബാർബറാ ഞാൻ. കഴുത്ത് വെട്ടിയോണ്ടെന്ന് ചീത്തപ്പേര് വന്നില്ലേ? ഇനി എനിക്കാരും തല വെച്ച് തരില്ല. സാറിരിക്ക്, ഞാൻ വെട്ടിത്തരാം. തലയാണോ? സാറേ ഇരിക്ക്. ഇത് സായിപ്പുമാരുണ്ടാക്കിയതാ, നമ്മളതല്ല. സാർ ഇവിടെ കുത്തിരിക്കേ, ഞാൻ പല്ലട്ടരാം. വല്യങ്ങാടിയിലൊക്കെ സായിപ്പുമാരെ പോലെ കസാരയിലിരുത്തും. മുന്നിലും പിന്നിലും കണ്ണാടി. എന്നിട്ട് ആവശ്യമില്ലാണ്ട് കുറേ പൗഡർ ഇട്ടും കാണിട്ട് പാട്ടൊക്കെ വെച്ചാ ജോലി ചെയ്യാം. പക്ഷെ നമ്മളെ രീതി അങ്ങനെയല്ല സാറേ. മുന്നിലിരിക്കുന്ന മനസ്സറിഞ്ഞ് വടിക്കാൻ പറ്റും ചെയ്യണം. അതാണ് ബാർബർ. നിന്നെ സാറ് വിളിക്കുന്ന. ഈ പണിയൊന്നും തീർത്തിട്ട് വരാന്ന് പറ. വേഗം പോടോ, സാറ് വിളിക്കുന്ന നേരത്താ ഓൻ്റെ ഒരു പണി. പോടോ. ആന്ധ്ര അവനെ മാത്രമായിട്ടൊരു വിളി. അതൊന്നും നിനക്കറിയില്ല. അമ്മേ, മോനെ, മക്കളെ, ഗോപി, ഗോപി മോനെ, അച്ഛനാടാ മോനെ, ഉണ്ണി വാടാ, അച്ഛനാടാ മക്കളെ. അമ്മേ, ഇവര് വലുതായല്ലേ? എന്റെ അമ്മയെന്നാ വിളിക്കുക. അവരുടെ അമ്മ ചത്തുപോയില്ലേ? ഇപ്പൊ തീരെ വയ്യ. കണ്ണിന്റെ കാഴ്ചയും കുറഞ്ഞു. അടുത്ത വീട്ടിൽ പണിക്ക് പോകും. അവരെന്തെങ്കിലും തരും.
ഒരു നേരമെങ്കിലും തിന്നാനാവുമല്ലോ കുട്ടികൾക്ക്. ആ, ദേ, ഇതെന്റെ മോനെ അമ്മ കൊണ്ടുവന്നതാ. എത്ര നാളായിടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. കഴിച്ചോടാ മക്കളെ, കഴിക്ക്. അച്ഛനല്ലേ തരുന്നേ, കഴിക്ക്. നിനക്ക് ഇവരെ കണ്ടപ്പോ സന്തോഷായോ? നീ ഇനി എപ്പോഴാ വീട്ടിലേക്ക് വരിക? ശിക്ഷ തീരാൻ ഇനിയും കുറെ കാലുണ്ട്, തീരട്ടെ. അപ്പോഴേക്ക് ഈ കിളവി ചാകും. സാറേ, നന്ദിയുണ്ട് സാറേ. സാറിന് തരാൻ ഈ കിളവിടെ കയ്യിൽ ഇതേ ഉള്ളൂ. എന്റെ മോനെ കാണാൻ ഒരു അവസരം തന്നല്ലോ. പോട്ടെടാ, മക്കളെ. പതുക്കെ. മോനെ, ഇവരെ ഇവിടെ നിർത്താൻ വല്ല മാർഗമുണ്ടോ? അത് സമ്മതിക്കില്ലമ്മ. നിന്റെ കുട്ടികളെ നാട്ടുകാരി കൊലപ്പുള്ളിയുടെ മക്കളെന്ന് വിളിച്ച കളിയാക്കുന്നത്. വാ മക്കളെ. അച്ഛന് നിന്നെ കൊല്ലാൻ പോയെ, അതല്ലേ അവര് കളിയാക്കുന്നത്? മക്കളച്ഛനെ വെറുക്കരുത്. മക്കളെ, അമ്മേ, കുട്ടികളെ ഇവിടെ നിർത്താം, ഞാനിവിടെ നോക്കിക്കോളാം. മോനെ ദൈവം കാക്കും. കേശവ, കേശവ. സാറ് പിള്ളേരിവിടെ നിർത്താന്ന് പറഞ്ഞു. സാറേ, മക്കളെ വാ, വാ. അമ്മയെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവിടാം. വേണ്ട മോനെ, ഞാൻ പോയിക്കോളാം. മക്കളെ പോട്ടെടാ. ശരി. പെണ്ണേ, പെണ്ണെന്നല്ല, ചെമ്പകം എന്നാ പേര്. ഓ, ചെമ്പകം സ്റ്റേഷൻ വഴിയാണോ പോകുന്നത്? ഞാൻ എന്റെ ഇഷ്ടമുള്ള വഴി പോകും. അത് ചോദിക്കാൻ നിങ്ങളാരാ? അതല്ല, ആ സ്ത്രീക്ക് കുറച്ച് കാഴ്ച കുറവാ. ആ വഴി പോവുകയാണെങ്കിൽ അവർക്കൊരു കൂട്ടാവും. ഞാൻ ആ വഴിയല്ല. അപ്പളോ? എന്നാ വേണ്ട. വാ മേ, സ്റ്റേഷനിൽ ഞാൻ കൊണ്ടുവിടാം. വാ. ഗോപിക്കുട്ടൻ അതിനൊക്കെ അറിയണേ. അച്ഛല്ലേ ഇവിടെ? അച്ഛനുണ്ട്, സാറുണ്ട്, വിഷമിക്കണ്ട കേട്ടോ. കേശവന് ഇവർക്ക് വല്ലതും കഴിക്കാനുണ്ടായി കൊടുക്കുക. ശരി സാറേ, വാ മക്കളെ, വാ. അവന്റെ ഒരു സമയം. അവനിനി കുട്ടികളൊന്നും കാണാലോ. ഇതുപോലത്തെ 2 കുട്ടികളാ ഞാൻ കൊന്നത്. കേശവന്റെ യോഗം. നിങ്ങൾക്കില്ല മക്കള്, ഇവനോട് മാത്രം സാറിന് ഇത്ര കമ്പോ? ശരിയാ, ജയിലിൽ വെച്ച് സാറിനെ പിന്നീന്ന് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചവനെ കേശവൻ. അന്ന് ആ കേസ് വേണ്ടാന്ന് വെച്ചതും ഈ സാറാ. ശങ്കര, അങ്ങനെ ഇവിടെ ഒരു പന്തിയിൽ 2 കൊണ്ട് വിളമ്പണ്ട. എന്തേ? അപ്പൊ ഇന്ന് ഊടൂല്ലേ? ഇതിനൊരു തീരുമാനമാക്കിയിട്ട് മതി. അവസരം വരട്ടെ, എടുത്തിയാടൊന്നും വേണ്ട.
ഇപ്പൊ ആവും കേട്ടോ. ഇതെവിടേക്കാ? നിങ്ങളോട് ചോദിക്കുന്നേ. ഹേയ് നിക്ക്. നിങ്ങളാണോ ഇവരുടെ അച്ഛൻ? അതെ. അല്ല അത് ചോദിക്കാൻ നീ ആരാ? ഇവർ ഓടിപ്പോയി നിങ്ങൾ അറിഞ്ഞില്ല? അവരോട് നിക്കല്ലേ? അല്ല എന്റെ മക്കളുടെ കാര്യം അന്വേഷിക്കാൻ നിന്നാരാ ഏൽപ്പിച്ചത്? നിങ്ങളുടെ അമ്മ ഇന്നലെ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞ ഇതുങ്ങളെ നോക്കാൻ. അതാ വൈ കണ്ടപ്പോ കൊണ്ടുവന്ന്. ഇതൊന്നും ഞങ്ങൾക്ക് തരുമോ? കളിക്കാനാ? ഇതെനിക്കും തരില്ല. വേണേ പാടി കേൾപ്പിക്കാം. പാട്ട് പാടി നൃത്തം ചെയ്യാം. നടക്കില്ല. സമ്മതമൊന്നും എനിക്ക് വേണ്ട. സാറിനത് ഇഷ്ടമല്ല. ഓ പിന്നെ ഒരു സാറ്. മക്കള് പറ, ആടണോ പാടണോ? അതൊന്നും വേണ്ട. നിന്റെ ആട്ടവും പാട്ടൊന്നും ഇവിടെ നടക്കില്ല. പുറത്തേക്ക് ഇറങ്ങാം. നീ ഇറങ്ങിക്കോ. അല്ലേ മക്കളെ? ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞതല്ലടാ സാറിനൊന്നും ഇഷ്ടമല്ല. നീ അവരുടെ പണി മുടക്കാൻ വന്നതാണോ? ഞാൻ ആരെയും പണി മുടക്കാൻ വന്നോന്നല്ല. ഈ കുട്ടികൾ ഓടി പോയെന്ന് കണ്ടപ്പോ ഞാൻ വഴിന്ന് പിടിച്ചോണ്ട് വന്നു. എനിക്കെന്ത് കാര്യം? ഞാൻ പോന്നു. ചെമ്പകം, നന്ദി കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നതിന്. ഓ നന്ദി വേണ്ട, ഞാൻ പോന്നു. ഇടയ്ക്ക് വന്നോളൂ, ഇവർക്കതൊരു കൂട്ടാവും. എന്നിട്ട് വേണം കാട്ടുമാക്കാന്മാർ പണി മുടക്കാൻ. ചെമ്പകം ഈ വഴി വരുന്നില്ല. എനിക്ക് സന്തോഷം വന്നാ ഞാൻ ആടും പാടും. അതൊന്നും സാറിന് പിടിക്കില്ല. പോട്ടെ മക്കളെ. ഗോപി, ഉണ്ണി. ആരത്? നിന്റെ കെട്ടിയോള്. അതെ, ചന്തയിന്ന് വാങ്ങിയതാ പലാരം. എനിക്കാദ്യം ഉണ്ണി അമ്മേന്ന് വിളിച്ചല്ലോ. അവൻ വിളിച്ചോട്ടടാ, നീയും വിളിച്ചോ. അല്ലേടാ? അതെ, അപ്പൊ ഞാൻ ഈ ചന്തയിന്ന് പലഹാരം കൊണ്ടുവന്നു. എനിക്കൊന്നുമില്ല. കഞ്ഞി മതിയോ? കഞ്ചിയൊന്നും വേണ്ട, എനിക്കൊരു ഉമ്മ തന്നാ മതി. എടാ ദാമു, ഇതിലെത്ര വെള്ളമുണ്ട്? എന്തിനാ? അല്ല ചാടിയ ചാവോന്നറിയാനാ. നീ ചാടി നോക്ക്, ചത്താ തിരിയല്ല എനിക്ക്. ഞാൻ മാത്രല്ല, നമ്മളൊന്നായിട്ട് ചാടുന്ന നല്ലത്. ഞാനില്ല. നീ കാര്യം എന്താ പറ. അറിയണെങ്കിലേ അടുക്കളയിൽ ചെന്ന് നോക്ക്, അപ്പൊ അറിയാ പ്രശ്നം എന്താന്ന്. അടുക്കളയിൽ ചോറില്ലെന്ന് പറഞ്ഞ ചാവ് നിക്ക മണ്ടാൻ. അങ്ങനെയാന്ന് ഞാൻ പണ്ടേ ചവട്ടേനു. അവന്റെ ഒരു ചോറ്. എടാ നീ എന്താ പറ. നീ അധികം കിടന്നങ്ങ് മൂക്കല്ലേ, കൊറേ നേരായി. അവിടെ അവനോട് ഭാര്യയും ഭർത്താവും കളിക്കുക. അവനോടോ? ആ ചെമ്പകോ ചന്തേന്ന് വരുമ്പോളേ അവന്റെ മക്കൾക്ക് പലഹാരം വെച്ചാ വന്ന്. അവനൊരു ഉമ്മയും. ഓന്റെ ഒരു യോഗം. അവന് മാത്രം മതിയോ യോഗം? കേശവന് മാത്രം മക്കൾക്ക് നിന്നാ മതിയോ? നിങ്ങളെ മക്കൾക്കും ഇവിടെ നിക്കണ്ടേ? നമ്മളെ പോലെ തന്നെ ഓനും കൊലപാതകയാ. ആർക്കൊന്നും പറയല്ലേ? അതെങ്ങനെ? ചോദിക്കാനും പറയാൻ ആണത്തുള്ള ഒരുത്തരെങ്കിലും ഈ കൊടുത്തിട്ടുണ്ടോ? ആരാ പറഞ്ഞ ആണത്തോലെന്ന്? ഒന്നിട്ട് അറപ്പ് മാറാത്ത കയ്യാത്. ഇന്നത്തോടെ ഞാൻ ഇതിനൊരു തീരുമാന സംഘടന ഉണ്ടാക്കിയെടുത്തിരിക്കും. സാറായാലും ആരായാലും സംഘടന വിഷയമല്ല. സാറിന്റെ മുഖത്തൊക്കെ കാര്യം പറഞ്ഞിട്ടേ ഇനി വിത്തിടലും വിളവെടുപ്പുള്ളൂ. കൂട്ടത്തിലും ധൈര്യവും ചങ്കർപ്പളവനും മാത്രം വന്നാ മതി. വഴിന്ന് മാറാം. ചോദിക്കടാ, ഞാനും ടീച്ചപ്പുറം വന്നേ. എന്താ ഒന്നും പറയാനില്ലെങ്കിൽ വഴിമാറും. സാറേ, ഇവരിടയിൽ ഒരു സംസാരം കേട്ടപ്പോ എനിക്കും ശരിയാൻ തോന്നി. എടാ ഇതൊക്കെ നീയല്ലേ പറഞ്ഞത്? മിണ്ടല്ലോ. ആരായാലും എന്തായാലും പറ. സാറേ, ശങ്കരന് സാറിനോട് എന്തോ പറയാനുണ്ട്. എന്താ ശങ്കര?
കേശവന്റെ മക്കളെ കൊണ്ടുവന്നില്ലേ? അതുപോലെ ഇവർക്ക് ഇവരുടെ മക്കളെയും കൊണ്ടുവരണമെന്ന് പറയുന്നേ. അയാളുടെ പെണ്ണ് ചത്തുപോയി. കുട്ടികളെ നോക്കാൻ ആരുമില്ല. അതാ അനുവദിച്ചത്. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ കമാര? വേറൊന്നുമില്ല. എന്നാ വഴിമാറ്. ഈ എന്ത് മിണ്ടാഞ്ഞ്? നാ പറഞ്ഞിപ്പോയോ? എടാ ഞാൻ ചോദിക്കാൻ വേണ്ടി വരുമല്ലായിരുന്നോ? ഇവനിടെ കയറി പറഞ്ഞു വില കളഞ്ഞില്ലേ? അല്ലാതെ സായിപ്പിനെ കണ്ട് കവാത്ത പറഞ്ഞതല്ല. എങ്കിലും ചോദിച്ചല്ലോ ആണായിട്ട്. എടാ, നീ ശരിക്കും ഗ്രാമത്തലവനെ കൊന്നാണോ? അതോ വല്ലവരും ചെയ്ത കുറ്റം ഏറ്റെടുത്തിട്ട് ജയിലിൽ പോയതാണോ? എടാ എന്റെ അമ്മയുടെ സത്യം. ഞാനാ കൊന്നത് ഈ കൈ കൊണ്ട് വെടിവെച്ച്. വിശ്വസിച്ച് വാടാ. ഉണ്ടാക്കും. ഓന്റെ വർത്താനം കേട്ട് വന്നാ നമ്മളെ വേണം തല്ലേ. കോടതി വിശ്വസിച്ചല്ലോ, എനിക്കത് മതി. കിടക്കാം. അതിങ്ങോട്ട് തന്നോ. ആ, നല്ല തണുപ്പുണ്ട്. ആ, പൊതിച്ചോ. ഇറങ്ങിക്കോട്ടോ. ആ ആ ആ. ഞാൻ പോവാ എന്റെ ഭാര്യയെ കാണാൻ. ആരവിടെ തടയാൻ? എനിക്ക് അവളെ കാണണോ? കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കൂടെ നിന്ന്. നമ്മളെ തെക്കോട്ടെടുക്കാനുള്ള തോക്ക കയ്യില്. നമുക്ക് നാളെ വന്നാലോ? ആരും ഉറങ്ങിയില്ലേ? കാലത്തെഴുന്നേറ്റ് പണി തുടങ്ങണ്ടേ? ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളെ കൊണ്ടുവരണം. നമ്മൾ ഒരു തവണ സംസാരിച്ചതല്ലേ? വിനോദത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇവിടെ വന്നത്. അപ്പൊ കേശവനോട് എന്തിനാ വന്നിരിക്കുന്നത്? വിനോദത്തിനാണോ? നിങ്ങളുടെ എല്ലാ ആഗ്രഹവും ഇവിടെ നടക്കില്ല. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്. കേശവനെ പോലെ ഞങ്ങൾ മനുഷ്യരാ സാർ, അതും മനസ്സിലാക്കണം. എന്താ സാർ അവന് മാത്രം നീതി? നമുക്കും വേണ്ട ഒരു കുടുംബം. നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കാതെ പോ. നടക്കൂല്ലോ എന്ന് സാറങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞങ്ങൾ അവരെ നേരിട്ട് ചെന്ന് കണ്ട സാറിന് തടയാൻ പറ്റുമോ ഞങ്ങളെ? എന്നെ ധിക്കരിച്ച് പോവാൻ മാത്രം ധൈര്യം ഈ കൂട്ടത്തിൽ ആർക്കാ ഉള്ളതെന്ന് എനിക്കൊന്ന് കാണണം. സാറിനെ ധിക്കരിച്ച് നമുക്ക് ഇവിടുന്ന് ഓടിപ്പോകാൻ പറ്റുമോ? സാറിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ മതി, തളർന്നു പോകും നമ്മള്. ഇവൻ പറഞ്ഞ നേരാ. സാറിന്റെ കണ്ണിലേക്ക് നോക്കിയാ ഉള്ള ധൈര്യം കൂടി പോകും. സാറ് നോക്കാതിരുന്നാ പോരെ? സാറിനി നമ്മളെന്നല്ല ആരെയും നോക്കരുത്. സാറിന്റെ കണ്ണ് കെട്ടാനാണോ? ഇവനെ വല്ല തൊഴുത്തിലും കൊണ്ടേ കെട്ട്. ഇനി നീ ഒരക്ഷരം മിണ്ടിയ സാറിനെ കൊല്ലുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. എന്ത് സാറിനെ കൊല്ലാനോ? കൊന്നിട്ട് വീണ്ടും ജയിലിലേക്ക് പോകണം? ഈ മലമൂട്ടിലൊരു കൊലപാതകം നടന്നാൽ ആരറിയാനാ? അഥവാ അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. എന്താ പോരെ? ആര് കൊല്ലും? എങ്ങനെ സാറിനെ കൊല്ല? ആരെ കൊണ്ട് പറ്റും? എന്നെ കൊണ്ട് പറ്റില്ല. കുട്ടികളാണെങ്കിൽ ഞാൻ കൊല്ലാം. എന്നാലിതോ സാറിന്റെ കാര്യം തോക്കുമുണ്ട്. കമാര, നിനക്ക് നിന്റെ പെണ്ണിനെ കാണണ്ടേ? കാണണം. അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കാം. അങ്ങനെയാണെങ്കിൽ നീ നാളെ സാറിന്റെ താടി പഠിക്കണം. നിന്റെ കത്തി സാറിന്റെ കൊരവള്ളിക്കടുത്തെത്തുമ്പോ ആഞ്ഞൊരൊറ്റ വലി. അതിന്റെ കുലത്തൊയില, അത് വെച്ച് കളിക്കില്ല. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം പോലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാൻ നിന്റെ ഭാര്യയെക്കാൾ വലുതാണോടാ നിന്റെ കൊലത്തൊഴിൽ?
സാറേ സാറത് എവിടെയൊക്കെ? കുറച്ച് വിത്ത് വാങ്ങിക്കാൻ ഇറങ്ങിയതാ. ഞാൻ വരുമ്പോഴേക്ക് നിങ്ങൾ ആ താഴത്തെ ജോലി തീർക്കണം. അവരോടും പറ. ഇന്നത്തോടെ ഞങ്ങൾ തീർക്കും. അല്ല സാറേ, താടി പഠിക്കണ്ടേ? ഇന്നലെ നിങ്ങളൊക്കെ എന്നോട് പിണങ്ങിയതല്ലേ, അതാ ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചത്. കമാര, താടി പഠിക്കാറായോ? ഇന്നിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ല, നിനക്കത്ര നിർബന്ധമാണേ വാ പഠിക്കാം. കമാര, നീ നിന്റെ തൊഴിൽ മറന്നോ? അത് സാറേ, ഞാൻ സോപ്പൊന്നും വേണ്ടേ? അതോ ഇതും സായിപ്പിന്റെ രീതിയാണോ? സാറ് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ, അപ്പോഴേക്കും ഞാൻ തീർത്തരാം. കൈവറക്കുന്നേ? ഇല്ല സാറേ, സാറ് കണ്ണടച്ചോ. ഇവിടേക്കുണ്ടല്ലോ. ഇതൊരു നല്ല ബാർബറിനെ പറ്റിയ പണിയല്ല. ഇതുകൂടെ എടുക്കൂ. പറ്റൂല സാറേ, എന്നെ കൊണ്ട് പറ്റൂല. എന്ത് പറ്റി കമാര? സാറിനെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റൂല. കൊല്ലാനോ? സാറ്, ഞാൻ വന്നത് താടി പഠിക്കാനല്ല, കൊല്ലാനാ. നിങ്ങളെയൊക്കെ നന്നാക്കാൻ നോക്കിയതാണോ കമാര ഞാൻ ചെയ്ത തെറ്റ്? സാറേ, അവന്മാർ രക്ഷപ്പെട്ടു.
രക്ഷപ്പെട്ടോ? കുമാരനോ? അവനും പോയി. ഇല്ല കേശവ, അവർ രക്ഷപ്പെടാൻ പാടില്ല. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. തന്റെ പരീക്ഷണമൊക്കെ ഇവിടം വരെയായി. അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചതും അതിന്റെ ഭാഗമാണ്. സർ, പരിഹസിക്കാനുള്ള സമയമല്ല സർ. താൻ കാണിച്ച വിവരക്കേടിനെ തന്നെ ഞാൻ പ്രശംസിക്കാം. സർ, അവിടേക്ക് കുറച്ച് പോലീസുകാരെ അയക്കണം, അല്ലെങ്കിൽ പിന്നെ അവരെ കിട്ടില്ല. സർ, പ്ലീസ് ഹെൽപ്പ് മീ. താൻ ചെന്ന തോമസിനോട് വരാൻ പറയും. സർ, തന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ടെന്തിനാ? കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഇത്തരം പരീക്ഷണത്തിന് തന്നെ പ്രോത്സാഹിപ്പിച്ച IG പറഞ്ഞാൽ മതി. തന്നെ രക്ഷിക്കാൻ ഒരവസരം ഞാൻ തരാം. ഈ പേപ്പറിൽ ഞാൻ പറയുന്നത് പോലെ എഴുതി തന്നാ മതി. എന്തെഴുതാൻ? മൈ എക്സ്പെരിമെന്റ് ഈസ് എ ഗ്രാൻഡ് ഫെയിലിയർ. എന്റെ ആശയം ഒരു പരാജയമാണെന്നും ശിക്ഷാ നടപടികളിൽ നിന്നും രക്ഷിക്കാൻ ദയവുണ്ടാവണമെന്നും ഒരപേക്ഷ. പരാജയപ്പെട്ടത് ഞാനാണ്, എന്റെ ആശയമല്ല. ഗാന്ധി ഗ്രാമത്തിൽ നിന്നും 4 പ്രതികൾ കടന്നു കളഞ്ഞു. ഞാൻ അടുത്ത സ്റ്റേഷനിൽ DSP വിളിച്ച് പറയാം. അവരധികം ദൂരമൊന്നും എത്തിക്കാണാൻ വഴിയില്ല. പിന്നെ ഏറ്റുമുട്ടലിൽ അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഉടനെ ഷൂട്ട് ചെയ്തേക്കണം. അത് വേണം സർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനേക്കാൾ വലുതല്ല ആ ക്രിമിനൽസ്. ആവശ്യമുള്ളത്രയും ഫോഴ്സിനെ വിളിച്ചോളൂ. സർ, സർ, അവരിവിടെ ആയിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടില്ലായിരുന്നു. സർ, അവരെ കൊല്ലരുതെന്ന് പറ. അറസ്റ്റ് ചെയ്താൽ മതി പ്ലീസ് സർ. ഓക്കെ, താങ്ക് യു സർ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. തന്റെ പരീക്ഷണം ഒരു പരാജയമാണെന്ന് സമ്മതിക്കണം. വെറുതെ സമ്മതിച്ചാൽ പോരാ, അതൊരു പേപ്പറിൽ എഴുതി അതിൽ ഒപ്പിട്ട് തരണം. അങ്ങനെയാണെങ്കിൽ മാത്രം അവരെ ജീവനോടെ പിടികൂടും.
എന്റെ പരീക്ഷണം പരാജയമല്ല. തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെവിടെ പോയി ഒളിച്ചാലും ഞാൻ പൊക്കും. കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ. എനിക്ക് ഈ ഡിപ്പാർട്ട്മെന്റിനോട് ഉത്തരവാദിത്തമുണ്ട്. ശാന്താറാം എന്ന ഞാൻ നടത്തിയ പരീക്ഷണം ഒരു വലിയ പരാജയമാണ്. ആയതിനാൽ ഞാൻ സ്വമേധയാ പിന്മാറുന്നു. മേലിൽ ഇങ്ങനെ ആവർത്തിക്കില്ലെന്ന് ഞാൻ സർക്കാരിനും സേനയ്ക്കും ഉറപ്പു നൽകുന്നു എന്ന് ശാന്താറാം. അവിടെ ഒപ്പിടൂ. ഒപ്പിടൂ. തോമസിനോട് പറഞ്ഞേക്കൂ, തൽക്കാലം കൊല്ലണ്ട, അറസ്റ്റ് മതി. സർ. താനിതെവിടേക്കാ? സർ, അവരോടൊപ്പം. അവർക്കതൊരു സഹായമാവും. വാർഡൻ, ഇയാളെ കൊണ്ട് സെല്ലടയ്ക്കൂ. സർ പ്ലീസ്, ഞാനും കൂടെ ചെന്നാൽ പെട്ടെന്ന് അവരെ കണ്ടെത്താം. ഒരുപക്ഷെ ഗാന്ധി ഗ്രാമത്തിൽ വെച്ച് താനും അവരും കൂടെ നടത്തിയ ഡ്രാമയല്ലെന്ന് ആർക്കറിയാം. ഇപ്പൊ നിന്നെ വിട്ടാ നീ അവരെ സഹായിക്കും. റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറില്ല. വാർഡൻ, സാർ, സൂപ്രണ്ട് സാർ വിളിക്കുന്നു. നാളെ സൂപ്രണ്ട് സാർ അവധിയാ സാർ. അതുകൊണ്ട് താൻ ഇന്ന് തന്നെ ഒപ്പിടിക്കണം കേട്ടോ. തോമസ്, അവരെവിടെ? അവർ കിട്ടിയോ? അതെ, കിട്ടി. എവിടെ വെച്ചാ? അവർ കുറെ ദൂരം പോയോ? എന്താ തോമസ്, അവർക്ക് എന്തെങ്കിലും? അവരെവിടെ പോയിന്നാ സാറ് പറഞ്ഞത്? കൃത്യമായി അറിയില്ല. എന്നാലേ അവരവിടെ തന്നെ ഉണ്ട്. അപ്പൊ രക്ഷപ്പെട്ടില്ലേ? അവരവിടെ തോട്ടം നനക്കുന്നുണ്ട്. വെറുതെ കുറെ പേരുടെ സമയം പാഴാക്കി. സൂപ്രണ്ട് സാർ പറഞ്ഞാൽ ശരി. സാറിന് എന്തോ കുഴപ്പമുണ്ട്. എനിക്കിനി പോകലോ സർ? ഇപ്പൊ പോകാം, പക്ഷെ താൻ ഇനി വരേണ്ടി വരും. സോറി സർ, ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. അവർ മടങ്ങി വന്നു എന്ന് കരുതി താൻ അഹങ്കരിക്കണ്ട. അവരിപ്പോ മടങ്ങി വന്നത് ഇതിനേക്കാളും വലിയ ചതിക്കുഴിപ്പെടുത്താനാ. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ലെന്നിപ്പോ എനിക്ക് പ്രതീക്ഷയുണ്ട് സർ. ഈ പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കും. രാജ്യത്തിന് തന്നെ ഇതൊരു മാതൃകയാവും. അങ്ങനെ ഒരു മഹാത്ഭുതം സംഭവിച്ചാൽ ഈ യൂണിഫോമിൽ നിന്റെ മുന്നിൽ വന്ന് നിനക്കൊരു സല്യൂട്ട് തരും. കാണാം സർ. കാണാം.
സാറേ ഞങ്ങളവിടെ പണിയെടുക്കുന്ന കണ്ടില്ലായിരുന്നു. സാറ് ശരിക്കും ഞങ്ങളെ കണ്ടില്ലേ? പന്തം കണ്ട പെരിച്ചായനെ പോലെ നിൽക്കല്ല. എടുത്തോളൂ. സാറിന് പിന്നാലാണ്. അച്ഛൻ പറഞ്ഞു കേട്ടു. അനുസരിക്കും മക്കളെ. വാ മോനെ ഗോപി, വാ. ഉണ്ണി, വാ. സാറേ എന്തെങ്കിലും ഒന്ന് പറയേ. സാറിനറിയാലോ ഞങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാ. ഓടിപ്പോയത് തെറ്റാ. ഞങ്ങളോടൊന്ന് ക്ഷമിക്കേ സാറേ. സാറേ ഒന്നങ്ങ് നോക്ക് സാറേ, എന്തെങ്കിലും ഒന്ന് പറ. സ്വന്തം വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഓടിപ്പോയതല്ലേ, പിന്നെന്തിനാ തിരിച്ചു വന്നത്? ഇത് ഞങ്ങളുടെ സ്വന്തം വീടല്ലേ സാറേ. അതെ, പിന്നെ ആ സമയത്ത് തെറ്റുപറ്റിപ്പോയി സാറേ, ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടുന്ന് ഓടിപ്പോകാൻ കാരണം സാറാ. ഞങ്ങളെ പൂട്ടിയിടാൻ ഇവിടെ വാതിലുണ്ടോ, ഇവിടെ ചെങ്ങലയുണ്ടോ? ആകെപ്പാടെ ഉണ്ടായിരുന്ന മുള്ളുവേലിയും സാറ് തകർത്തു. ഒന്ന് നന്നായിട്ട് നമ്മൾ ചീത്ത പറഞ്ഞാൽ മതി. അതും ഉണ്ടായില്ല. സാർ ഞങ്ങൾക്ക് ഈ സ്നേഹമൊന്നും തിരിച്ചറിയാനുള്ള വകതിരിവില്ല. ഞങ്ങളെ നന്നാക്കിയാൽ നന്നാവില്ല സാറേ. കൊല്ലാനും കക്കാൻ അറപ്പില്ലാത്ത കയ്യും മനസ്സാ. തല്ലിയാ നന്നാവാത്ത ജാതിയാ. പിന്നെ സാറ് സ്നേഹിച്ച് നന്നാക്കാൻ നോക്കുന്നത്. സാറിനെ പോലെ ഒരാളെ ചതിക്കാൻ പറ്റത്തോണ്ടാ ഞങ്ങൾ തിരിച്ചു വന്നത്. ഇനി ഞങ്ങളെപ്പോഴാ സാറിനെ ചതിക്കാൻ പോണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് സാറൊരു കാര്യം ചെയ്യും, ആ ചെങ്ങലക്കിട്ട് പൂട്ടി ഞങ്ങളെ ജയിലിലേക്ക് തന്നെ തിരിച്ചു വിട്ടേക്ക്. വെറുതെ കാക്കാത്ത മരത്തിന് വളമിട്ട് എന്തിനാ സാർ സമയം കളയണേ? സാറേ എത്ര പറഞ്ഞിട്ട് സാറിന് എന്താ മനസ്സിലാവാത്തെ? ഞങ്ങൾ ചെയ്ത് തെറ്റാണെങ്കിൽ ഇതുകൊണ്ട് ഞങ്ങളെ തല്ലി സാറേ, തല്ലി സാറേ, തല്ലു തല്ലു സാറേ, തല്ലു സാറേ. നിർത്ത്. തനിക്കെന്താ ഭ്രാന്തുണ്ടോ? സാറ് കയറി മിണ്ടായിരുന്ന പ്രാന്ത് പിടിക്കും. ഇനി ക്ഷമിച്ചു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ട് ചീത്തയെങ്കിലും പറ സാറേ. ചെന്നെല്ലാവരും ജോലി. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ഇനി മേലാൽ ഇത് കാണിച്ച കാണിക്കൂല സാറേ. ഞാൻ കൊന്ന കുഞ്ഞളാണ് സത്യം, സത്യം. പക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ചെറിയ ശിക്ഷയുണ്ട്. എന്തിനാ സാറേ ചെറുതാക്കുന്നേ? വലുതന്നെ ആയിക്കോട്ടെ. ഇന്ന് മുതൽ തോട്ടത്തിൽ 1 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. വാടാ, എങ്കിൽ സമയം കളയണ്ട. സംഗതി കുറച്ച് കടുപ്പത്തിൽ തന്നെ. രണ്ടാമത്തിന് കാണണം എനിക്ക്. നിന്നോടുകൂടെ പറഞ്ഞു പോ. പിള്ളേര് നേരത്തെ എവിടെ പോനാ നീ പറഞ്ഞേ? എവിടെങ്കിലും പോയി ചാവട്ടെ. നീ ഇവരുടെ തന്തയിലടാ. ഈ പിള്ളേരിന് ഈ സമയത്ത് എവിടെ പോനാ? അവര് വീട്ടിൽ കാല് കുത്തിയപ്പോൾ തുടങ്ങിയ സമാനക്കേട്. എവിടേക്കെങ്കിലും പോട്ടെ. നിങ്ങൾക്കൊന്നും കിട്ടാത്ത എനിക്കും വേണ്ട. എന്റെ മുമ്പിൽ ഏതെങ്കിലും ചുണ്ടുകാട്ടി നീയൊക്കെ മനുഷ്യനാത്ത പിശാച്. പിശാച് ഞാനല്ല, ആ പിള്ളേരാ. സാറിനെ കൊല്ലാൻ നിങ്ങക്ക് തോന്നിയില്ലേ? ഇല്ലേ? ആര് കാരണം? അവര് കാരണം. നിങ്ങക്ക് ഓടിപ്പോകാൻ തോന്നിയില്ലേ? ആര് കാരണം? അവര് കാരണം. എടാ അതിന് ഈ പിള്ളേരെന്ത് പഠിച്ചാ കാട്ടുപന്നി. കമാരാ നീ ആ പിള്ളേരെ വിളി. മക്കളെ വാ വാ, ഇതിങ്ങളെ വീടാ. കരണ്ട് കേട്ടോ. മകള് വാ. അവരിവിടെ കൊണ്ടുവന്ന് നീയല്ലല്ലോ. സാറാണെങ്കിൽ അവരിവിടെ താമസിക്കും. അവരെ ഇനി തല്ലാണ്ടല്ലോ, നിന്നെ ഞാൻ കൊല്ലും. എന്റെ പഴയ സ്വഭാവം നീ എടുപ്പിക്കരുത് കേട്ടോ. ശങ്കര, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവണില്ല. എടാ ഇവരിവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങക്ക് പലതും തോന്നും. ഇവിടെ നിങ്ങക്ക് കിട്ടാത്തത് എനിക്കും വേണ്ട. നമുക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ല. അവരെ നോക്കാൻ എനിക്ക് ഞങ്ങൾക്കറിയാം നോക്കാൻ. ഇവനെ ഞാൻ മോനെന്നും പറഞ്ഞു വന്ന കൈയാനരിയും. അവനെനിക്ക് തിരിച്ചിട്ടാണോ? ഈ അച്ഛനോട് പോയി പണി നോക്കാൻ പറ. എനിങ്ങൊക്കെ ഒന്നല്ല 4 അച്ഛന്മാരുണ്ട് കേട്ടോ. ഇനി അച്ഛങ്ങളെ തൊടൂല. അത് ഞമ്മളെ വാക്കാം. കരല്ല കേട്ടോ. രാമു അച്ഛനാ.
അപ്പൊ നിങ്ങൾ ഒന്നായി അല്ലേ? ഞാൻ പുറത്തും. സാറല്ലേ ഞങ്ങളുടെ രക്ഷിതാവ്. എന്ത് പറ്റി ഉണ്ണി? സന്തോഷായി. എന്താ ഇവിടെ ഉണ്ടായേ? നല്ല മയക്കുള്ള കോളുണ്ടല്ലോ. ഈ മയക്ക് വരാൻ കണ്ടൊരു നേരം. നീയൊക്കെ എന്ത് കാശകനാടാ? വിത്ത് വിതയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമായത്. അങ്ങനെയാണെങ്കിൽ സാറേ നമുക്ക് മഴയൊന്ന് ആഘോഷിക്കണം. വിളയൊന്നു കാക്കണേ വാനമേ, വിളയൊന്നു കാക്കണേ വാനമേ, വെയിൽ തൊട്ടു തൂവണേ മേഘമേ, പുതുനാമ്പുണർന്നൊരി മണ്ണിലാകവേ പാൽമണം പകരും ഇതുള്ളിലൊരു തേൻകണം. പണ്ടാരുമേറാത്ത പാഴ്വനം കൺമുന്നിൽ ഇന്നിതൊരു പൂനിലം. വിളയൊന്നു കാക്കണേ വാനമേ. കാറ്റേ ഈ വഴി പോരൂ പാടമാകവേ പാടണ് പായുന്നേ നേരം പാകേണ്ടേ ഓരോ പൊന്നിൻ വിത്തും കനവൊന്നു കൊയ്യുവാൻ ചിറകൊന്നു നീർത്തുവാൻ വിതറിയ നൊരി നൊരി മണി നിറകതിരൊളിയിടുമിനി പല പകലന്തികൾ ചുവടുകൾ അഴലുകൾ കനവൊന്നു കൊയ്യുവാൻ ചിറകൊന്നു നീർത്തുവാൻ കനവൊന്നു കൊയ്യുവാൻ ചിറകൊന്നു നീർത്തുവാൻ. ഒന്നും കൊണ്ട് വേൻ നടന്നോട് മാധവാ. കേട്ടി വേണ്ട ചന്തയിലേക്ക് പോവാ. വേണ്ടവാ നല്ല കനോണ്ടായിട്ടാണ് തോന്നുന്നു കെട്ടാന്. ഞാൻ ചന്തയിലേക്ക് ഇത് വിൽക്കാൻ. അത് വേണ്ട സാറേ. അതെന്താ? എനിക്ക് വിൽക്കാൻ അറിയില്ലേ? അല്ല സാർ ഈ ചന്തയിലൊക്കെ ചെന്ന് എന്താ കുഴപ്പം? മത്തന് കാലണ, കുമ്പളത്തിന് എട്ടണ, ഇങ്ങനെ സാറ് മാർക്കറ്റിൽ പോയി ലേലം വിളിക്കാൻ പോവാ? അത് മോശമാ സാറേ, ഞങ്ങക്ക് കുറച്ചില്ല. ആ കുറച്ചിൽ തൽക്കാലം നിങ്ങളങ്ങ് സഹിക്ക്. ചന്തയെ ചെന്ന് വിളിച്ചു പറഞ്ഞു വെക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അതിന് നമ്മൾ മരിക്കണം. സാറേ, കമ്മാരൻ പറഞ്ഞതാണ് ശരി. സാറ് വലിയ ഓഫീസറല്ലേ, സാറിന്റെ നിലക്കും വിലക്കും ചേർന്നതല്ലേ ഇത്. പിന്നെ നിങ്ങൾ വിടാനോ? അത് തീരെ പറ്റില്ല. അത് ശരി. അപ്പൊ സാറിന് ഞങ്ങളെ പേടിയാണല്ലേ? അത് നന്നായി. വാള, സാർ എന്നെ കൊണ്ടേ വിൽക്കട്ടെ. കേശവ,
എന്നാ പിന്നെ നിങ്ങൾ പോയി വെക്ക്. നമ്മളോട് വാ അതിങ്ങ് താ സാറേ. മാധവ മോളിൽ കയറി. അല്ല നിങ്ങളിത് എന്ത് വിലക്ക് വിൽക്കും? അത് ശരിയാണല്ലോ, നമ്മളിത് എന്ത് വിലക്ക് വെക്കും? സാറ് പേടിക്കണ്ട സാറേ, ചന്തയിൽ എല്ലാരും വിൽക്കണേക്കാളും 2 ഞങ്ങൾ കൂട്ടി വിൽക്കും. അതുപോലെ ഇല്ലടാ? അതെ, നമ്മുടെ ചെലവ് കഴിഞ്ഞ് പോകാനുള്ളത് മതി. പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതൊരു ആശ്വാസമാവണം. വില ഞാൻ എഴുതരാം. സാറേ, സാറ് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെറുതെ കൊടുക്കും. തിന്നട്ടെ പാവങ്ങള്. ചന്തയിൽ ചെന്ന് ഇമാതിരി വർത്താനം പറഞ്ഞാൽ ചന്തിക്കിട്ട് ഞാൻ പൊട്ടി. എല്ലാവരും തയ്യാറല്ലേ? നല്ല കാര്യം പറയാൻ സമ്മതിക്കൂല. ഇറങ്ങ്. ഓ, നീ പറഞ്ഞ അങ്ങോട്ട് ഇറങ്ങുമല്ലേ? ഈ കോലത്തിൽ പോയാൽ പച്ചക്കറി വാങ്ങുന്നത് പേടിച്ചോടും. ആ താടി കൂടി കണ്ടാ മതി, നല്ല കോലം. ഈ കോലത്തിന് എന്താ കുഴപ്പം? ഓ, കമാര, ഒരു കുഴപ്പമില്ല. നീ ചെന്ന് ഇവരുടെ താടിയും മുടിയൊക്കെ ഒന്ന് പഠിക്കും. അതെ. സാറേ ഇവക്ക് അസൂയ സാറേ. എല്ലാവരും പറയുന്ന കേക്ക്. ഞാൻ വാങ്ങി തന്ന പുത്തിനോട് പൊട്ടുവാ. നിങ്ങളിപ്പോ കർഷകരാ. കർഷകരുടെ മുടിയിൽ വേണം ചന്തയിൽ ചെന്നിറങ്ങാൻ. നമ്മളെല്ലാം കർഷകരാ. എന്നാ വെട്ടി വെടുപ്പാക്കണ കാര്യം ഞാനേറ്റ്. പാടാ. ആ അങ്ങനെ ഇറങ്ങ്. നമ്മളെ കുറിച്ച് സർ, തന്റെ പുതിയ പരീക്ഷണങ്ങളൊക്കെ എവിടം വരെ ആയിടോ? ശരിയായി വരുന്നുണ്ട് സർ. എന്ന് പറഞ്ഞാ ഇപ്പോഴും ശരിയായില്ലെന്നല്ലേ? അവളേതാ? അവളിവിടെ അടുത്തുള്ളതാ. അവളോടും പറഞ്ഞേക്ക് അവരെ ഒന്ന് സൂക്ഷിക്കാൻ. കുറച്ചു കാലം ആയാലോ പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലാതെ ജീവിക്കുന്നു. സർ, അവർക്ക് ഇവളൊരു പെങ്ങളെ പോലെ. നീ കൊണ്ടാലേ പഠിക്കൂ. സർ, അവരിപ്പോ കുറെയൊക്കെ മാറി. സർ, അവരിലെ കർഷകരെ അറിയാൻ അവരുണ്ടാക്കിയ തോട്ടം ഒന്ന് കണ്ടാ മതി. കൊലപ്പുള്ളികൾ ഉണ്ടാക്കിയ തോട്ടമെന്ന് പറയൂ, കാണണമെന്നില്ല. സർ, ഒന്ന് വരൂ പ്ലീസ്. ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അവരുടെ അധ്വാനം കൊണ്ടാണ് ഇതൊക്കെ മാറ്റിയെടുത്തത്. അതിപ്പോ ആര് മെനക്കെട്ടാലും ഏത് ഭൂമിയും മാറും. മണ്ണിനറിയില്ലല്ലോ മനുഷ്യന്റെ മനസ്സിലെ കള്ളത്തരങ്ങൾ. സർ, വരൂ. സാർ, അവർ രാവും പകലും വെട്ടിയെടുത്തിട്ടായി കരിമ്പാറയിൽ വെള്ളം കണ്ടത്. ഈ വെള്ളമാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഏത് പാറയ്ക്കുള്ളിലും കുഴിച്ചാലും വെള്ളം കിട്ടും എന്ന് കരുതി കൊലപാതകയുടെ മനസ്സിൽ നിന്ന് ഒരനുകമ്പയും പ്രതീക്ഷിക്കരുത്. തക്കം കിട്ടിയ ചതിക്കും. സാർ, വരൂ. എവിടെ തന്റെ കൊലപ്പുള്ളികൾ? സാർ, അവരിപ്പോ നല്ല കർഷകരാണ്. അത് തന്റെ സങ്കല്പത്തിൽ. ജയിലിലെ റെക്കോർഡിൽ അവരിപ്പോഴും കൊലപ്പുള്ളികൾ തന്നെയാണ്. സർ, ഇന്ന് ചന്തയിൽ ചരക്ക് വയ്ക്കാൻ പോകുന്നത് അവരാണ്. തനിക്കെന്താ വട്ടാണോ ചന്തയിലേക്ക് അവരെ വിടാൻ? ആള് കൂടുന്നിടത്ത് ഇവിടുന്ന് റിസ്ക് അല്ലിടൂ. ശാന്താറാം, പറയുന്ന കേക്ക്. അവരെ എവിടേക്ക് പറഞ്ഞു വിടരുത്. വിറ്റ് കിട്ടുന്ന കാശുമായിട്ട് അവര് മുങ്ങും. ഇവന് പണി അറിയാല്ലേ? സാറിപ്പോ നമ്മളെ കണ്ട തിരിച്ചറിയാവോ? അത്രക്ക് ചേലല്ലേ നമുക്ക്. സാർ, അവര് വരുന്നുണ്ട്. കോല നല്ല മനുഷ്യ കോലം വെച്ച് അല്ലേ സാറേ? അല്ല, ഒരു കർഷകന്റെ കുറവുണ്ടല്ലോ. ആ, ഒരു സാരിയുടെ കുറവുണ്ട്. നിനക്കൊരു മീശാന്റെ കുറവുണ്ട്. ശരിയാ. സാറ്, സൂപ്രണ്ട് സാറ്. യോ, സാറവിടെ നിന്നത് കണ്ടില്ല. ശാന്താറാം, അപ്പൊ കാണാം. സാർ, എന്തെങ്കിലും ഒന്ന് അവരോട് സംസാരിക്കും. താല്പര്യമില്ല. അവരെ ചന്തയിലേക്ക് വിടുന്നെങ്കിൽ അവരറിയാതെ താൻ അവരെ പിന്തുടരണം. പിന്നെ തോക്ക് കയ്യിൽ കരുതിക്കോണം. ഇനി അവർ കടന്നു കളഞ്ഞാൽ ഇൻഫോം ചെയ്യും. ഓക്കെ? സാറേ, ഇതൊന്നും കൊടുക്കോ സാർ? നിങ്ങൾ തന്നെ കൊടുത്തു സാർ. വാങ്ങ സാർ. ഓക്കെ.
ചേട്ടൻ എന്താ നിങ്ങളൊക്കെ ആരാ? ഞങ്ങളെ കണ്ടറിഞ്ഞൂടെ? ഞങ്ങള് കർഷകരാണ്. കർഷകരോ? നിങ്ങളോ? താനെന്ത് കത്തി താടി മുടിയൊക്കെ വടിച്ച് നല്ല പുതിയ കുപ്പായൊക്കെ ഇട്ട് കർഷകന്റെ വേഷം കെട്ടി നടക്കുന്ന കൊലപാതകളെന്നോ? അതൊക്കെ പണ്ട് ഒന്നാന്തര കർഷകരാ, മണ്ണിന്റെ മക്കള്. നിങ്ങൾ എന്തിനാ അത് വില കുറച്ച് വിൽക്കുന്നേ? ഞങ്ങളുടെ സാറ് പറഞ്ഞിട്ടാ. ഏത് സാറ് പറഞ്ഞിട്ടായാലും ഈ ചന്തയിൽ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ആ വിലക്ക് ഇവിടെ വിൽക്കാൻ പറ്റും. സാർ ഈ വിലയെ പറഞ്ഞേക്കണേ. ഈ വിലക്ക് ഞങ്ങൾ വിൽക്കുകയും ചെയ്യും. മര്യാദയ്ക്ക് ഇതെടുത്ത് സ്ഥലം വിട്ടോ. ഇതിവിടെ വിൽക്കാൻ പറ്റില്ല. അവരെന്തിനു സ്ഥലം വിടണം? നിങ്ങൾ ഇത് ഇവിടെ വിറ്റോ. വിളച്ചില് വേണ്ട. ആനയെ പേടിച്ചാ പോരെ, ആനപ്പിണ്ടത്തിനെയും പേടിക്കണോ? നാട്ടുകാർക്ക് കുറഞ്ഞ വിലക്ക് പച്ചക്കറിയെങ്കിലും കിട്ടും. ഈ ചന്തയിൽ ആര് വിൽക്കണം വിൽക്കണ്ട അന്ന് വേലുകൊണ്ടും തീരുമാനിക്കും. ചരക്ക് വിൽക്കേണ്ട വിലയെ അണ്ണനിട്ട് തരും. ആ വിലക്ക് ഏതവനായാലും ഇവിടെ ചരക്ക് വിൽക്കാൻ പറ്റൂ. കേട്ടാ? ഈ ചന്ത തന്നെ നിന്റെ അണ്ണന്റെ തറവാട് സ്വത്തോ? മാറിയിക്കണ അങ്ങനെ. മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ താനൊക്കെ വിവരം അറിയും. ഇനി താൻ ഇവിടെ കിടന്ന് ചെലച്ചാ തന്നെ നാക്കരിയും. എന്നാ അറിയടാ. എന്താ കർഷകരെ പ്രശ്നം? അവൻ പറയാ ഇവിടെ വില കുറച്ച് പച്ചക്കറി വിൽക്കാൻ പറ്റില്ലെന്ന്. സാറ് പ്രത്യേകം പറഞ്ഞതാ കുറഞ്ഞ വിലക്ക് വിൽക്കണമെന്ന്. ഓഹോ, ഇത് കണ്ട സാറ് ഇങ്ങോട്ട് വരുമ്പോ എഴുതുന്നതാ. ഇതിന്ന് ഒരണാ പൈസ കുറച്ചിട്ട് ഞങ്ങള് വെക്കൂല. അല്ല, ആരാണ് ആ മഹാമനസ്കനായ സാറ്? ഗാന്ധി ഗ്രാമത്തിലാ ഞങ്ങളുടെ സാറ്. ഓഹോ, ഇത് അവിടെ നിന്നാണല്ലേ? അതെ. അവിടെ വിളവെടുപ്പ് തുടങ്ങിയോ? ആ, നല്ല ചരക്കാ, കണ്ടാലറിയാം. നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിലേക്ക് ഒന്ന് ക്ഷണിക്കട്ടെ. ഏയ്, അതൊന്നും പറ്റൂല. സൂര്യൻ അസ്തമയത്തിന് മുമ്പ് ആടെ എത്തണം. നിങ്ങൾ പോകുന്ന വഴി എന്റെ വീട്, ഒന്ന് കയറിയിട്ട് പോകാം. എന്തേ? ഞങ്ങളെ സാറ് വെറും കർഷകനല്ല, ജയിലറാ, ജയിലർ. ഒരു ചായ കുടിക്കുന്ന സമയം അത് മതി. ഏയ്, സാറിനൊരു കരാറുള്ളതാണ്. സർക്കാരായിട്ട് ഞങ്ങളായിട്ട് തെറ്റിക്കൂല. എന്ത് കരാറ്? പറ, കഴിക്കട്ടെ. അല്ല, അത് പിന്നെ ഇതൊക്കെ വില കുറച്ച് വിൽക്കുന്ന കരാറാ അല്ലേ? അതല്ല കേശവ, മറ്റേ കരാറ്. ഇനി ഒരക്ഷരം വേണ്ടിയ നിന്നെ തല്ലുന്ന കരാറ് ഞാൻ എടുക്കും. അത് വേണ്ട. പരിചയപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ഇന്ന് കൂടുന്നു. എന്തേ? അത് പറ്റൂല, അങ്ങനെ കൂട്ടുവിടാന്ന് ഞങ്ങളുടെ സാറ് സമ്മതിക്കില്ല. ഒന്നുമില്ലേലും നമ്മൾ ഈ ചന്തയിൽ ഒരേ ചരക്കല്ലേ വിൽക്കുന്നത്. നിങ്ങൾ യഥാർത്ഥ കർഷകരാണെങ്കിൽ ഉപചാരങ്ങൾ നിരസിക്കാൻ പാടില്ല. അതല്ല, ഇതൊക്കെ വിറ്റ് തീരുമ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള സമയമാവും. സൂര്യാസ്തമയത്തിന് മുമ്പ് അവിടെ എത്തണം. അങ്ങനെ സാറ് പറഞ്ഞേക്കണേ, അതുകൊണ്ടാ. ബാക്കിയുള്ള ചരക്ക് ഞാൻ എടുക്കാം, പോരെ? എന്നാ പിന്നെ നമ്മുടെ സാധനം എടുത്തോ. പക്ഷെ നമ്മളോട് വില കുറച്ചിട്ടേ മേടിക്കാവൂ. അമ്മ പോയിട്ട് നാളെ രാവിലെ വരാം. എന്താ മക്കളെ ഇത്? അതെ, കുട്ടികൾ പറയുന്ന കേക്ക്. അവരിപ്പോ എത്തും. അവര് വന്നിട്ട് പോയാ മതി. ആരവരോ? അവരെ സന്ധ്യ വിട്ട സാറിനെ പറഞ്ഞാ മതി. അതിനെന്താ കുഴപ്പം? ഇതന്നെ അവരെ വന്ന് എനിക്ക് വീട്ടിൽ പോണം. പോവല്ലമ്മേ. എനിക്ക് പോണം മക്കളെ. എന്നാ പിന്നെ പോ, സമാധാനം തരില്ല. എന്നാളേ പോണില്ല. വാ മക്കളെ. ദേശക്കാരൻ മീശപ്പുലിയെങ്കിൽ മീശപ്പുലി.
കുടിച്ചിട്ടുണ്ടല്ലേ? എന്ത് ചിരി എന്റെ സാറേ, അരപ്പാനോളം കുടിച്ചിട്ടാ വരുന്നത്. ഞാൻ വിട്ടുപോയാകും വീണു പോകും സാറേ. ഞാൻ വിടൂല. ഇതൊക്കെ അല്ല സാറേ ജീവിതം. ഇച്ചിരി കുടിക്കാതെയൊക്കെ എന്ത് ജീവിതാ സാറേ? കുറച്ചൊക്കെ ജീവിതം നമ്മളങ്ങ് ആസ്വദിക്കണ്ടേ? ആസ്വദിക്കണം. അല്ല സാറേ, ഈ പ്രായത്തില് പാടത്തും പറമ്പത്തും പടിയെടുത്ത് ശരിക്കുമ്പോ ഒരു സന്തോഷത്തിന് ഇത്തിരി സാറേ അത്രേ ഉള്ളൂ. മുന്തിയ സാറാ. അല്ല സാറേ കുടിക്കോ? സാറ് കുടിക്കില്ല. ഇല്ലേ? കുടിക്കില്ല. അയ്യോ. നല്ല മനുഷ്യനല്ലേ? ഇന്ന് വരെ സാറ് നമ്മളോട് ചീത്ത വർത്തമാനം പറഞ്ഞോ? സാറ് മാലാകയല്ലേടാ, മാലാക. മാലാഖയല്ല. പിന്നെ സാറ് മാലാഖയല്ല. പിന്നെ സാറ് നമ്മുടെ ദൈവമാണ്. ദൈവം. ദൈവം സാറേ, ഓണം വേണ്ട. സാറ് ദൈവം എന്ന് പറഞ്ഞാൽ സാറിന് ഇഷ്ടപ്പെടില്ല. പടിയട നീയല്ലേ പറഞ്ഞ എന്റെ കെട്ടിയോളാന്ന്? എന്നാ വാ. എന്നാ നീ എന്റെ കൂടെ വാ. ഒന്നുപോലെ നോക്കാം. എന്നെ തൊട്ട വിവരം അറിയും. അങ്ങനെ അങ്ങ് പോയാലോ? ചെമ്പകം, ഇവന്മാര് പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. കൊന്നു തിന്നുന്നവരാ, അനുസരിച്ചേക്ക്. കൈ വിടറോ? അമ്മേ, മാധവ, അമ്മേനെ വിട്. അമ്മേ, അമ്മേനോട് അമ്മേനൊന്നും ചെയ്യല്ലേ. നിന്നെയൊക്കെ നന്നാക്കാൻ ശ്രമിച്ച് ഞാൻ ചെയ്തോടാ തെറ്റ്. നീ ഒന്നും ഒരു കാലത്തും നന്നാവില്ലടാ. കുട്ടികളെയും കൊണ്ട് ഈ രാത്രി ഇറങ്ങിക്കോണം. ഇവിടെ ഇങ്ങ് കണ്ടുപോരുത്. എന്നെ കൊല്ലാൻ വന്നാണോ? ശങ്കര, കൂട്ടത്തിൽ തോക്കൊണ്ട് വെടിവെക്കാൻ അറിയുന്നവൻ നീയാണല്ലോ. ഇതിനകത്ത് 5 തിരയുണ്ട്. ഞാൻ തോൽവി സമ്മതിക്കുന്നു. എന്നെ ശങ്കരനെ വെടിവെച്ച് കൊല്ലാം. കർഷകനാവാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. പറ്റും കൊലപാതകയാവാൻ. ചെമ്പകം മുന്നിൽ നിന്ന് മാറാൻ. അവന് തോക്ക് കൊടുത്തത് ഞാനാ, എന്നെ കൊല്ലാൻ. പരാജയപ്പെട്ടവനാ ഞാൻ. ഇവരെ നന്നാക്കാൻ ദൈവത്തിന് പോലും ആവില്ല. ഇനി എങ്ങനെ ഞാൻ സൂപ്രണ്ടിന്റെ മുഖത്ത് നോക്കും? എന്റെ അമ്മയുടെ മുഖത്ത് നോക്കും? ഇനി ഒരാളും എന്നെ ജീവനോടെ കാണരുത്.
എന്നെ സഹായിക്കാൻ ഇനി ഇവർക്കേ പറ്റൂ. നന്നാക്കാൻ ശ്രമിച്ച കൊലപ്പുള്ളികളെ വെടിയേറ്റ് മരിച്ച ജയിലർ ശാന്താണ്. അതായിരിക്കണം നാളത്തെ വാർത്ത. വെക്ക് ശങ്കര, വെക്കാൻ. ശങ്കര, കമാര, മാധവ, ദാമു, നീയൊന്നും കണ്ട പെണ്ണല്ല ഞാൻ. ആയുധം താഴെ ഇട താഴെ. ഇറങ്ങടാ വെളിയില്, ഇറങ്ങാൻ. ഇരിക്കാൻ. ഇല്ല ഇല്ല, വാ വാ വാ. അമ്മ മാമന്മാരെ പേടിപ്പിച്ചല്ലേ, മക്കളെ പേടിക്കണ്ട, കരയണ്ട. അവള് വരുന്നുണ്ട്. അപ്പൊ വെള്ളമാറ് പോയില്ല. സാറിന് ഇവിടെ കാണരുത് പറഞ്ഞല്ലേ? എവിടെയെങ്കിലും പോ സാറ് വരുന്നതിന് മുമ്പ്. ഇന്നലെ രാത്രി ഞങ്ങൾക്കൊരബദ്ധം. അബദ്ധം ഇനി എന്റെ മുമ്പിൽ കണ്ടുപോർത്ത്. ഇനി ഒരിക്കലും ഉണ്ടാവില്ല പെങ്ങളെ. പെങ്ങളോ? സ്വന്തം പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത ഞങ്ങളോട് പെങ്ങൾ ക്ഷമിക്കണം. ഒരാങ്ങളമാർ പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. കള്ളുടിച്ചപ്പം പറ്റിപ്പോയതാ, മാപ്പാക്കണം. ഇന്നലെ സാർ വന്നില്ലായിരുന്നെങ്കിലോ? എന്താ നാവിറങ്ങിപ്പോയോ? പെങ്ങൾ ക്ഷമിക്കണം. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഞങ്ങളെ വേണമെങ്കിൽ തല്ലിക്കൊന്നോ. പറ, എവിടുന്നാ കിട്ടിയേ കുടിച്ച് പൂസാവാൻ? ഷാപ്പിന്ന്, കള്ള് ഷാപ്പിന്നേ. അവിടെ നിന്നാണല്ലോ കള്ള് കിട്ടുന്നേ അല്ലേ? ഷാപ്പിന്നാ കള്ളുടിച്ച് എന്റെ മത്തി നോഞ്ഞിട്ട് എനിക്ക് അണ്ണന്റെ വീട്ടിൽ തന്നെ കുടിച്ചിന്. ചന്തയില് പച്ചക്കറി വിറ്റില്ലേ, ആ പണം കുടിച്ചതിന്റെ ബാക്കിയാവും. ഇതിന്ന് അവർ നയ പൈസ എടുത്തിട്ടില്ല. പിന്നെ അവര് മോഷ്ടിച്ചു കുടിച്ചോ? അവര് മോഷ്ടിക്കോ പിടിച്ചു പറയൊന്നും ചെയ്തിട്ടില്ല. ഷാപ്പിൽ നിന്ന് അവർക്ക് വെറുതെ കൊടുത്തതല്ലേ, നീ അത് വിശ്വസിച്ചു. ചന്തയിലെ മൊയിലാളിയില്ലേ അവർ കൊണ്ടുപോയി സൽക്കരിച്ച. ഇവരെ സൽക്കരിച്ചിട്ട് അയാൾക്ക് എന്ത് കിട്ടാൻ? അയാൾക്ക് ഇവിടെ നടക്കുന്ന അറിയാൻ വേണ്ടിട്ടാ അവർക്ക് കള്ളു കൊടുത്തേ. വേറൊരാള് ചന്തയെ വിൽക്കാൻ അയാൾ സമ്മതിക്കില്ല. വിൽക്കണ വില അയാള് പറയും. അതിന് കുറെ മലമാറെ തീറ്റി പോറ്റുന്നുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. ഇവരെന്തിനാ അവിടെ പോയി കള്ളു കുടിച്ചു? ഇനി അവര് കുടിക്കില്ല എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്. അവരെ ഞാൻ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ചെന്ന് പറ. സാറേ, അപ്പൊ സാർ ഈ പരീക്ഷണത്തിൽ തോറ്റു പോവില്ലേ? ഞാൻ തോറ്റല്ലോ. സാർ ഒന്ന് വന്ന് അവരെ ഒന്ന് കാണാൻ. എനിക്ക് അവരെ കാണണ്ട. എന്റെ കൺമുന്നിൽ അവരെ കണ്ടുപോരും. സാറിനെ ദൈവത്തിനെ പോലെ അവർ കാണുന്നത്. ഇത്തവണയും കൂടി മാപ്പ് കൊടുക്ക് സാറേ. ഞാൻ ഇന്നലെ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നിന്റെ അവസ്ഥ? ലഹരി പുറത്ത് പട്ടി പോയതല്ലേ സാറേ? സാറ് മറക്ക. ലഹരിയിൽ അമ്മയും പെങ്ങളെ മറക്കൂ? നിങ്ങൾ മറന്നില്ലേ? എന്ത് മറന്നു? അവരോട് വീണ്ടും ഒരു കൊല ചെയ്യാൻ പറഞ്ഞില്ലേ? കോപത്തിനും വേണം ഒരു കണക്ക്. സാറേ, അവരവിടെ കാത്തു നിൽക്ക. എന്നാ ഞാൻ അവിടെ പറയാല്ലേ ജയിലിൽ പോകാൻ ഉറങ്ങാൻ. ചെമ്പകം, ചെമ്പകത്തിന് ഉറപ്പ് തരാൻ പറ്റുമോ അവരിനി ഒന്നും ചെയ്യില്ലെന്ന്? ഉറപ്പെടുക്കാം. അവരുടെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. എന്നാ ചെന്ന് പറഞ്ഞേക്ക്. എന്ത്? ജോലി തുടരാൻ. ഇന്നു മുതൽ 2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. അതാണ് അവരുടെ ശിക്ഷ. അതൊക്കെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. പക്ഷെ സാറ് ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ല. ക്ഷമിച്ചു.
സാർ നമസ്കാരം. ഞാൻ വേലുത്തമ്പി. ചന്തയിലെ ഒരു പാവം മൊത്തക്കച്ചവടക്കാരൻ. ചുമ്മാ ഈ വഴി പോയപ്പം സാറിനൊന്ന് കണ്ടേക്കാൻ തോന്നി. തിരക്കില്ലെങ്കിൽ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സാറിനൊന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു. അല്പം തിരക്കുണ്ട്. ഇന്നലെ രാത്രി തോട്ടത്തിലൊരു തുരപ്പന്റെ ശല്യം. തിരക്കാണെങ്കിൽ വന്ന കാര്യം പറഞ്ഞങ്ങ് പെട്ടെന്ന് പോയേക്കാം. സാറിന് താല്പര്യമാണേ ഈ തോട്ടത്തിലെ ചരക്ക് മൊത്തമായിട്ട് ഞാൻ എടുത്തോളാം. ഓ, താല്പര്യമില്ല. ഈ വിളവെടുപ്പും വിൽപ്പനയും എല്ലാം കൂടി ഒരുമിച്ച് നടത്താനുള്ള ബുദ്ധിമുട്ട് അങ്ങ് ഒഴിവാക്കാലോ. മണ്ണിൽ കൃഷി ചെയ്യുന്ന കർഷകന് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. ഇതുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ഇത് വിൽക്കാനില്ലല്ലോ. നിങ്ങളുടെ ചരക്കിന് നല്ല വില ഉണ്ടാക്കി തരുന്നത് ഞങ്ങളെപ്പോലുള്ള ഇടത്തട്ടുകാരാ, അത് മറക്കണ്ട. ഇങ്ങനെ നിങ്ങളെപ്പോലെയുള്ളവർ ഇടയിൽ നിൽക്കുന്നത് കാരണമാണ് പൊതുജനങ്ങൾക്ക് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നത്. സാറിന് എന്നെ നല്ല പരിചയമില്ലെന്ന് തോന്നുന്നു. അതാ ഇങ്ങനെ മോനെ വെച്ച് സംസാരിക്കുന്നത്. കേട്ടിട്ടുണ്ട്, കാണുന്നത് ഇപ്പോഴാ. വന്ന കാര്യം നടക്കില്ല വേലുത്തമ്പി. ജനം സാറിന്റെ അടുക്കലേക്ക് വരുവോ അതോ സാറ് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുവോ? ഇതൊക്കെ എങ്ങനെയാ വിൽക്കുക? ഇവിടെ അടുത്തൊരു ചന്തയില്ലേ, അവിടെ നേരിട്ട് വിൽക്കും. അവിടെ നടക്കില്ല സാറേ. സർക്കാർ ഭൂമിയിലല്ലേ ആ ചന്ത, പിന്നെന്താ? അതൊക്കെ ശരി തന്നെ, പക്ഷെ അവിടെ വിൽക്കാൻ പറ്റില്ല. അത് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ? അവിടെ വിൽക്കണേൽ ഞാൻ തീരുമാനിക്കണം. പിന്നെ പുറത്തുനിന്നൊരാൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ അവര് വിൽക്കേണ്ട വിലയും ഈ തമ്പിയാ നിശ്ചയിക്കുക. അതാ കാലങ്ങളായിട്ടുള്ള ശീലം. രാജഭരണമൊക്കെ പോയി, ഇപ്പൊ ഈ രാജ്യത്ത് ഒരു സർക്കാരുണ്ട്. എന്നാ സാർ ഇവിടുത്തെ കർഷകരെ കൂട്ടി ഒരു സമരം നടത്ത്. ഒന്ന് പോ സാറേ. സാറിന്റെ ചരക്ക് വിൽക്കാൻ പറ്റാതെ ചീഞ്ഞു നാറും. ഗാന്ധി ഗ്രാമത്തിലെ ഈ ചരക്ക് ഇടനിലക്കാരില്ലാതെ ഞാൻ നേരിട്ട് വിൽക്കും. വേലുത്തമ്പി വിൽക്കുന്ന അതേ ചന്തയിൽ. സാറേ, എന്ത് ധൈര്യത്തിലാണ് എന്നെ പോലൊരാളെ വെല്ലുവിളിക്കുന്നത്? ഈ കൊലപ്പുള്ളികളെ കണ്ടിട്ടോ? ഇവരെക്കാൾ കരുത്തുള്ള 19 പേരെ തീറ്റി പോറ്റുന്നുണ്ട് ഞാൻ. പിന്നെ പോലീസിന്റെ അധികാരമാണെങ്കിൽ അതും വേലുത്തമ്പിയുടെ കയ്യിലുണ്ട്. എന്നാ അടുത്ത ആഴ്ച ചന്തയിലേക്ക് വാ, അവിടെ കാണാം വേലുത്തമ്പി ആരാണെന്ന്. നിന്റെയൊക്കെ അഹങ്കാരം അന്നത്തോടെ ഞാൻ തീർക്കും. വാടാ. കേശവ, കമാര, അയാളെ വിടൂ. സാറേ, ഇത് ഞങ്ങൾ വിട്ടിട്ട് കൊണ്ടുവന്നാ പോരെ? വേണ്ട, നിങ്ങൾക്കത് അപകടം ചെയ്യും. നിങ്ങൾ ഇപ്പോഴും കൊലപ്പുള്ളികളാണ്. ശിക്ഷാ കാലാവധി തീർന്നിട്ടില്ല. അവരായിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും നിയമം നിങ്ങൾക്കെതിരാവും. അവരത് മുതലെടുക്കും. സാറേ, അവിടെ ചെല്ലുമ്പോ അയാളും ഗുണ്ടകളും ചേർന്ന് സാറിനെ ആക്രമിച്ച ആരാ സാറിനെ കാക്കാൻ? അത് പറ. എന്നെ കാക്കാൻ എനിക്കറിയാം. നിങ്ങൾ തോട്ടത്തിലെ കാര്യം നോക്കിയാൽ മതി. സാറേ, സാറേ, അവരെത്ര തല്ലിയാലും ഞങ്ങൾ കൊണ്ടു നിന്നോളാം. പക്ഷെ സാറിന്റെ മേത്താരെങ്കിലും കായ് വെച്ച ആദ്യം ഞങ്ങൾ സഹിക്കൂല. അപ്പൊ ഈ കർഷകന്റെ കുപ്പായം തല്ലിയവന്റെ തല ചന്ത കിടന്ന് ഉരുളും. സാറേ വാ. സാറിന്റെ മേലാരെങ്കിലും തൊട്ടാ പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്നാ സത്യം ചെയ്യും. ഇനി നിങ്ങൾ ആരടിച്ചാലും എത്ര തല്ല് കിട്ടിയാലും ഒരുത്തന്റെ മേലും കൈവയ്ക്കില്ല എന്ന്. സാറാണ് സത്യം. ഇനി ഞങ്ങൾ ആരെയും തല്ലൂല. അല്ലടാ? തല്ലില്ല സാറേ. ഈ സത്യം എനിക്ക് വിശ്വസിക്കാവോ? ഞങ്ങളെ മനുഷ്യന്മാരാക്കിയ സാറാണ് സത്യം. ഇനി ദൈവം തമ്പുരാൻ മേലേന്ന് ഇറങ്ങി വന്ന് പറഞ്ഞാലും സാറിന് നൽകിയ വാക്കിനി ഒരിക്കലും മാറ്റില്ല സാറേ. സാറ് ധൈര്യമായിട്ട് തിരിച്ചു നോക്കോ. സാറിന് വേണ്ടി എത്ര തല്ല് വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടോളാം. അതുപോലെ പടാ, ആ ചാക്ക് എടുത്തോ. അല്ല കേശവ,
അപ്പൊ അടി മേടിക്കാനാണ് ചന്തി പോണത്? എന്നാ പിന്നെ സാറിന് കൂട്ടായിട്ട് ഞാനിവിടെ നിന്നോളാം. ഒന്നും മിണ്ടാതെ വണ്ടി കയറി. ശരി സാറേ. ശങ്കര, പിന്നെ ഒരു കാര്യം. സന്ധിക്കുമ്പോ എത്തണമെന്നല്ലേ? സാർ നോക്കിക്കോ, ഇതെല്ലാം വിറ്റിട്ട് കൃത്യസമയത്ത് തന്നെ എത്തിയിരിക്കും. എനിക്ക് പറഞ്ഞിട്ടുണ്ടാ? ഗോപി, ഗോപി നമ്മുടെ കാളവണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിൽക്ക്. കർഷക സൈന്യം വരുമ്പോ സല്യൂട്ട് അടിച്ചു വേണം അവരെ സ്വീകരിക്കാൻ. ജയ് ജവാൻ ജയ് കിസാൻ. ശംഭു, പതുക്കെ. എന്താ പറ്റിയ? സൂക്ഷിച്ച് പിടിച്ചേ. പതുക്കെ. ശംഭു, ഇവിടെ കിടന്നു. എന്ത് പറ്റി ശംഭു? ചന്തയില് ജനം നോക്കി നിൽക്കി ഇവരെ തല്ലിച്ചയച്ചു. സാറാണ് സത്യം, ഞങ്ങൾ ആരെയും തിരിച്ചു തല്ലിയില്ല. ആണുങ്ങളായ രണ്ടെണ്ണം തിരിച്ചു കൊടുക്കണ്ടേ? ഞായത്തിയിലെ കാണായിരുന്നു. ചത്തുപോയെന്നെ എല്ലാരും. സാറ് തോൽക്കില്ല സാറേ. എന്താ എന്റെ പരീക്ഷണം വിജയിച്ച ദിവസമാണെന്ന്. ഞാനിവർക്ക് മുറിവിനുള്ള മരുന്നെടുത്തിട്ട് വരാം. ആ തമ്പിയുടെ ആൾക്കാരെല്ലാം തീയിട്ട് നശിപ്പിക്കുന്നു. വാ, ഓടി വാ സാറേ. സാറേ നോക്ക് നോക്ക്. നീ ഇവർ നോക്ക്. സാറേ, സാർ പോണ്ട. അവിടെ കുറെ പേരുണ്ട്. ഇവരുടെ കുറെ കാലത്തെ അധ്വാനം അവരില്ലാതാക്കാൻ നോക്കുന്നത്. പോണ്ട സാറേ. തല്ലിക്കൊല്ലവനെ. കുറുപ്പേ, ഒരു തരി പോലും ബാക്കി വെച്ചേക്കരുത്. കൊന്നേക്ക്. ശരിയണ്ണ, ഒക്കടാ. അടിക്കടാ, അടിയടാ. മതി, വാ.
രക്ഷിക്ക് സാറിനെ രക്ഷിക്ക്. ശങ്കർ എണീക്ക്. ദേ കാള. കേശവ. എണീക്ക് ശങ്കര. ആ കാളനെ പിടിച്ചൊന്ന് കട്ട്. അയ്യോ വേണ്ട സാറേ. അയ്യോ സാറേ. അയ്യോ കമാര ശങ്കര ആ തമ്പിയുടെ തലയെടുക്കടാ. നിങ്ങൾ എന്നെ ആരെയും കൊല്ലാനോ ചതിക്കാനോ പാടില്ല. അങ്ങനെ ചെയ്ത ഞാൻ തോറ്റുപോകും. ചെയ്യില്ല എന്ന് സത്യം ചെയ്യും. കർഷകരായി ജീവിക്കാനോ സത്യം ചെയ്യും. ഇല്ല സാർ, സാർ തോൽക്കില്ല. തോൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല സാർ. സത്യം. ഞങ്ങള് നന്നായില്ലേ സാർ? സാറ് പറയുന്ന പോലെ ഞങ്ങൾ ജീവിച്ചോളാം സാറേ. ഉടയോനേ നീകും വരം ഉലകോരത്തെ ജീവിതം വഴിയേകുന്നു നീ മിഴിയാകുന്നു നീ ചുവടോരോന്നിലും കൂടെ നീ നീലാകാശമാനസം ആത്മസംഗീതമേ നിസ്വനം സത്യസാരാംശമേ നിത്യസ്നേഹാഞ്ജലി പൊരുൾ തിരയുന്നൊരു യാത്രയിൽ
എങ്ങെങ്ങോ മടങ്ങേണ്ടു നാം, ഏതോ തീരത്തു ചേരുന്നു നാം. യാത്രയാകുമ്പോഴും മൗനമീ മണ്ണിലും അവനുണ്ടെന്നും തുണയേകുവാൻ. മരിക്കുന്നതിന് മുന്നേ അവനൊരു കാര്യം കൂടെ ആഗ്രഹിച്ചിരുന്നു. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം. അതിനുവേണ്ട കാര്യങ്ങൾ സർക്കാർ നോക്കിക്കോളും. വേലുത്തമ്പിയും കൂട്ടരും അറസ്റ്റിലാണ്. സാറേ, ഞങ്ങൾക്ക് ഇനി ആരുമില്ല സാറേ. ഞങ്ങളുടെ സാറ് പോയില്ലേ സാറേ? സാറേ, ഞങ്ങൾ ഇനി ജയിലിലേക്ക് തന്നെ വന്നോട്ടെ. അവൻ നിങ്ങളെ വെച്ച് നടത്തിയ പരീക്ഷണങ്ങൾ വിജയമായത് കാണാൻ ഇന്നവനില്ല. ഇതൊരു വിജയമാണെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷ ഇളവ് ലഭിക്കും. ഇനി എന്തിനാണ് വേണ്ട സാർ? ഇതെങ്കിലും എനിക്ക് അവന് വേണ്ടി ചെയ്യണം. സ്വതന്ത്രരായെന്നുള്ള ഉത്തരവ് വന്നാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാം. ഒരു കാര്യം, മരണം വരെ നിങ്ങളുടെ മനസ്സിൽ അവനുണ്ടാവണം. ശരി സാർ. നേരം കളയാതെ പണിയെടുക്ക്. ജയ് ജവാൻ, ജയ് കിസാൻ. നീലാകാശമാനസം ആത്മസംഗീതമേ നിസ്വനം. സത്യസാരാംശമേ നിത്യസ്നേഹാഞ്ജലി, പൊരുൾ തിരയുന്നൊരു യാത്രയിൽ. എങ്ങെങ്ങോ മടങ്ങേണ്ടു നാം, ഏതോ തീരത്തു ചേരുന്നു നാം. യാത്രയാകുമ്പോഴും മൗനമീ മണ്ണിലും അവനുണ്ടെന്നും തുണയേ